ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ 3rd ചാപ്റ്ററാണ്. ട്രയാങ്കിൾസ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഇതിലെ ഫുൾ ആക്ടിവിറ്റീസും ആണ് നമ്മൾ നോക്കുന്നത്. ഒരുപാട് പിക്ചേഴ്സൊക്കെ വരയ്ക്കാനുണ്ട്, അതൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. ഇത് മലയാളം മീഡിയം ക്ലാസ്സുകാർക്ക് വേണ്ട ത്രികോണങ്ങൾ എന്നുള്ള പാഠം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റോ അല്ലെങ്കിൽ STD7 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റോ നോക്കുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സ്റ്റാർ പിക്ചർ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. നമുക്ക് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് നോക്കൂ. ഹൗ ഡു വി ഡ്രോ ദിസ് ഫിഗർ? നമുക്ക് ഈ ചിത്രം എങ്ങനെ വരയ്ക്കാനാവും മക്കളെ? വാട്ട് ഓൾ ഡു വി നീഡ് ടു ഡ്രോ? നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇത് വരയ്ക്കാൻ? ഇത് കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് കോമ്പസ് വേണം, കാരണം ഒരു സർക്കിൾ ഉണ്ടല്ലേ. പിന്നെ സ്കെയിൽ വേണം. പിന്നെ അതുപോലെ മേ ബി ചിലപ്പോൾ പ്രൊട്രാക്ടർ ആവശ്യമായിട്ട് വരും. 2 ട്രയാങ്കിൾസ് ആൻഡ് എ സർക്കിൾ. ഇതിലെന്താണ് മക്കളെ? 2 ട്രയാങ്കിൾസും ഒരു സർക്കിളും വരയ്ക്കണം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ട്രയാങ്കിൾസ്? ഇതിലെ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. അതായത് എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. Let's draw such a triangle first. Let's take the sides to be 3 cm long. First we draw the bottom line. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കണം. ആദ്യം 3 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുക. Where do we mark the third corner of the triangle? ഇതിൻ്റെ തേർഡ് കോർണർ എവിടെയായിരിക്കും? അതിനായിട്ട് നമ്മൾ ഈ വരച്ച വരയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും സെയിം അളവിൽ, അതായത് 3 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ തന്നെ എന്ത് ചെയ്യുക? കോമ്പസിൽ നമ്മൾ കുത്തുകൾ ഇട്ട് കൊടുക്കുക. The left and right sides need to be 3 centimeters each. So the third corner must be 3 centimeters away from the two ends of the first line. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം വരച്ച ഈ ഫസ്റ്റത്തെ ലൈനിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അപ്പുറത്തായിരിക്കും മൂന്നാമത്തെ കോർണർ വരുന്നത്. ഹൗ മെനി പോയിന്റ്സ് ക്യാൻ യു മാർക്ക് 3 സെൻറ്റിമീറ്റേഴ്സ് എവേ ഫ്രം ദ വൺ എൻഡ്? ഈ ഒരു അറ്റത്ത് നിന്ന്, ഒരു എൻഡിൽ നിന്ന് നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്ററിൽ എത്ര പോയിന്റ്സ് വരയ്ക്കാം? എത്രയും വരയ്ക്കാം അല്ലേ? ഇമാജിൻ സച്ച് പോയിന്റ്സ്. അങ്ങനെ വരയ്ക്കുന്ന പോയിന്റ്സ് നോക്കൂ. ഒരു സർക്കിൾ പോലെ അങ്ങനെ ചുറ്റും വരും അല്ലേ? ആ ലൈനിനെ ചുറ്റും നമുക്ക് എത്ര കുത്തുകൾ വേണമെങ്കിലും ഇടാം. ഇഫ് യു ഡ്രോ ദ സർക്കിൾ, ദ തേർഡ് കോർണർ മസ്റ്റ് ബി സംവെയർ ഓൺ ഇറ്റ്. നമ്മൾ ആ കുത്തുകൾ യോജിപ്പിച്ച് ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ മൂന്നാമത്തെ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലൈന് എവിടെയായിരിക്കും? ഈ സർക്കിളിൽ എവിടെയെങ്കിലുമൊക്കെ തട്ടുന്ന രീതിക്ക് ആയിരിക്കും. Like this, if we draw a circle on radius 3 centimeters centered on the right end, the third corner must be somewhere on the circle also. അതായത് നമ്മൾ ആദ്യം വരച്ച ആ ലൈനിൻ്റെ ഒരു പോയിന്റിൽ നിന്നാണല്ലോ നമ്മൾ സർക്കിൾ വരച്ചത്. അതിൻ്റെ മറ്റേ പോയിന്റിൽ നിന്ന് നമ്മളൊരു സർക്കിൾ കൂടെ വരയ്ക്കുകയാണെങ്കിൽ, അതായത് 3 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് തന്നെ 3 സെൻറ്റിമീറ്റർ അളവിൽ തന്നെ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ കൂടെ വരയ്ക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആ 2 സർക്കിളും തമ്മിൽ കൂട്ടിമുട്ടുന്ന 2 പോയിന്റ്സ് കിട്ടും അല്ലേ? നോക്കൂ, മുകളിൽ ഒരു പോയിന്റ് ഉണ്ട്, താഴെയും ഒരു പോയിന്റ് ഉണ്ട്. These circles intersect at 2 points at the top and bottom. Don't they? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. What can you say about those points? ആ 2 പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാം? Since they are on the first circle, they are say 3 centimeters away from the left end. Also, as they are on the second circle, they are 3 centimeters away from the right end. അപ്പോൾ നമ്മൾ ആദ്യം വരച്ച ആ സർക്കിള് ആ ലൈനിൽ നിന്ന്, ലൈനിൻ്റെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയാണ്. രണ്ടാമത് വരച്ച സർക്കിള് ആ ലൈനിൻ്റെ റൈറ്റ് എൻഡിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെയാണ്. എനി വൺ ഓഫ് ദീസ് കുഡ് ബി ദ തേർഡ് കോർണർ ഓഫ് അവർ ട്രയാങ്കിൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ത്? നമ്മുടെ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ കോർണർ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ടോപ്പിൽ ജോയിൻ ചെയ്ത ആ പോയിന്റ് ഉണ്ടല്ലോ, 2 സർക്കിളും കൂട്ടിമുട്ടിയ ആ പോയിന്റിലേക്ക് വരച്ചു കൊടുക്കാം. അങ്ങനെ വരച്ച ട്രയാങ്കിളാണ് താഴെ തന്നിരിക്കുന്നത്. Now we can delete the circles. ഇനി നമുക്ക് പുറത്തുള്ള സർക്കിൾ ഒഴിവാക്കാം. We have one triangle now. How do we draw the star? ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. ഇനി സ്റ്റാർ എങ്ങനെ വരയ്ക്കാം? നമ്മളിപ്പോൾ ഒരു 3 സെൻറ്റിമീറ്ററിലാണ് ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള 3 ഭാഗങ്ങളാക്കണം. അതായത് 1 സെൻറ്റിമീറ്ററിൽ ഓരോ ഡോട്ട് ഇടുക. ഓക്കെ, 1 സെൻറ്റിമീറ്ററിൽ 3 സൈഡ്സിലും ഓരോ ഡോട്ട് ഇടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എന്നിട്ട് ആ പോയിന്റ്സ് ഒന്നിടവിട്ടിട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 ട്രയാങ്കിൾസ് വരയ്ക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റാർ കിട്ടും. If we draw a circle around it, we have the first figure. Where do we fix the compass to draw it? അപ്പോൾ നമുക്കൊരു സർക്കിൾ പുറത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം കാണിച്ചിരിക്കുന്ന പിക്ചർ പോലെ, അങ്ങനെയാണെങ്കിൽ കോമ്പസ് എവിടെ വെക്കണം മക്കളെ? ആ 2 ട്രയാങ്കിൾസ് ഇല്ലേ നമ്മൾ വരച്ച സ്റ്റാർ, ആ സ്റ്റാറിൻ്റെ ഒത്ത നടുക്ക് വെക്കണം.
വെൻ ദ പിക്ചർ ഈസ് കംപ്ലീറ്റഡ് യു ക്യാൻ കളർ ഇറ്റ് ആസ് യു വിഷ് ആൻഡ് മേക്ക് ഇറ്റ് പ്രെറ്റി. അങ്ങനെ പറഞ്ഞ പോലെ ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള നിറം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കാം. ഈ ചിത്രം വരയ്ക്കുന്നതിനായിട്ട് ആദ്യം നിങ്ങൾ സ്കെയിലിൽ, ഞാനിവിടെ ഒരു 3 സെൻറ്റിമീറ്ററാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 3 സെൻറ്റിമീറ്റർ തന്നെ എടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് 6 സെൻറ്റിമീറ്റർ 9 സെൻറ്റിമീറ്റർ ഒക്കെ എടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വലിയ ചിത്രം കിട്ടും കേട്ടോ. ഇത് 3 സെൻറ്റിമീറ്ററാണ്. ഇനി കോമ്പസിൽ ഇതുപോലെ തന്നെ 3 സെൻറ്റിമീറ്റർ തന്നെ, ഒന്നുകിൽ ആ വര തന്നെ അളന്ന് വരയ്ക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ സ്കെയിലിൽ 3 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് വൃത്തഭാഗം വരയ്ക്കുക. ആ വരച്ച വരയുടെ രണ്ടറ്റത്തു നിന്നും ഓരോ വൃത്തഭാഗം വരച്ചു കൊടുക്കുക. അതെന്തിനാണ് മക്കളെ? ആ 2 വൃത്തഭാഗം കൂട്ടിമുട്ടുന്ന ആ സ്ഥലമായിരിക്കും ഈ ത്രികോണത്തിൻ്റെ 3ാമത്തെ കോണ് അല്ലെങ്കിൽ 3ാമത്തെ മൂല വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ വൃത്തഭാഗം കൂട്ടിമുട്ടിയ ആ പോയിന്റിലേക്ക് ആദ്യം വരച്ച വരയിൽ നിന്ന് 2 വര വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അതായത് അതിൻ്റെ 3 വശവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇവിടെ 3 വശവും 3 സെൻറ്റിമീറ്റർ വീതം ആയിരിക്കും. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഒരു സ്റ്റാർ വരയ്ക്കണം അല്ലേ, അല്ലെങ്കിൽ 2 ട്രയാങ്കിൾസ് വരയ്ക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഇതിനെ കൃത്യമായിട്ടുള്ള 3 ഭാഗങ്ങളാക്കുക. അതായത് ഓരോ സെൻറ്റിമീറ്റർ വീതം ഓരോ കുത്തിട്ട് കൊടുക്കുക 3 വശങ്ങളിലും. ഇനി നിങ്ങൾ 6 സെൻറ്റിമീറ്ററാണ് എടുത്തതെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ വീതം കുത്തിടുക. അതുപോലെ 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 സെൻറ്റിമീറ്റർ വീതം കുത്തിട്ട് കൊടുക്കുക. ഇനി ചെയ്യേണ്ടത് ഈ ത്രികോണത്തിന് പുറത്തൂടെ ഒരു ത്രികോണം വരയ്ക്കുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യുക? ഈ ആദ്യം വരച്ച വശത്തുള്ള ആ ഒരു കുത്തും രണ്ടാമത്തെ വശത്തുള്ള ഒരു കുത്തിലേക്ക്, അതുപോലെ മറ്റ് 2 കുത്തുകൾ അങ്ങനെ യോജിപ്പിക്കുക. പിന്നെ നിങ്ങൾക്കിത് ഏതൊക്കെ കുത്തുകളാണെന്ന് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. നോക്കൂ, ഇതുപോലെ യോജിപ്പിക്കുക, നേരെ യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർ വരും. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു ഷഡ്ഭുജമാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 6 വശങ്ങൾ, തുല്യമായിട്ടുള്ള 6 വശങ്ങളുള്ള ഒരു സമഷഡ്ഭുജം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാറിന് പുറത്തായിട്ട് ഒരു വൃത്തം വരയ്ക്കണം അല്ലേ. അത് വരാനായിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ മധ്യബിന്ദു കണ്ടുപിടിക്കുക. അതായത് ഈ ഷഡ്ഭുജം ഉണ്ടല്ലോ, ഈ ഷഡ്ഭുജത്തിലേക്ക് ഇതിൻ്റെ മധ്യബിന്ദു കാണാൻ നോക്കൂ. 2 കുത്തുകൾ ഇടവിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്കൊരു മിഡിലായിട്ട് 2 കൂടെ കൂട്ടിമുട്ടുന്ന ഒരു വരയും കൂടെ വരയ്ക്കാം. അത് 3 കൂടെ കൂട്ടിമുട്ടുന്ന ഒരു ബിന്ദു കിട്ടും. ആ ബിന്ദുവിൽ നിന്ന് പുറത്തുള്ള ആ നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ത്രികോണത്തിൻ്റെ വശം ഉണ്ടല്ലോ, വശമല്ല മൂല, ആ മൂലയിലേക്ക് കൂട്ടിമുട്ടുന്ന രീതിക്ക് കോമ്പസ് സെറ്റ് ചെയ്യുക. എന്നിട്ട് വൃത്തം വരച്ചു കൊടുക്കുക. പിന്നെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ മായ്ച്ചു കൊടുക്കുക. എന്നിട്ട് ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു രീതിക്ക് നിറം കൊടുക്കുക. ബൈ ഡ്രോയിങ് 2 triangles like this, adding some lines, removing some and with a change of color, you can get the pictures below. ഇനി നമ്മൾ ഉള്ളിൽ വരച്ച ആ ത്രികോണത്തിൽ കുറച്ച് വരകൾ കൂട്ടി ചേർക്കുകയും കുറച്ച് ഒഴിവാക്കുകയൊക്കെ ചെയ്താൽ ഇതുപോലെയുള്ള 2 രൂപങ്ങൾ കൂടെ നമുക്ക് വരച്ചെടുക്കാം. ഇതിൽ ഓരോ രൂപങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത് നോക്കൂ. ആദ്യം ഞാനൊരു 6 സെൻറ്റിമീറ്റർ അളവിലാണ് വരയ്ക്കുന്നത്, കാരണം കുറച്ചുകൂടെ വലിയ ത്രികോണം കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3-ലെടുക്കാം, അല്ലെങ്കിൽ 9-ലെടുക്കാം. വലുത് വേണമെന്നുണ്ടെങ്കിൽ 9-ലെടുക്കാം. ഇനി അതിനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കണം. അതായത് 3 ഭാഗങ്ങളും തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ ആക്കണം. അതിനായിട്ട് 6 സെൻറ്റിമീറ്റർ തന്നെ കോമ്പസിൽ അളവെടുത്തിട്ട് വൃത്തഭാഗം വരയ്ക്കുക 2 ആ വൃത്തഭാഗം കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് ആദ്യം വരച്ച ലൈനിൽ നിന്ന് എന്ത് ചെയ്യുക? 2 ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരേ അളവുള്ള ത്രികോണം കിട്ടി. ഇനി ചെയ്യേണ്ടതിന് കൃത്യമായിട്ടുള്ള 3 ഭാഗങ്ങളാക്കുക. അപ്പോൾ നമ്മൾ 6 സെൻറ്റിമീറ്റർ എടുത്തതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് കുത്തുകൾ ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഇടവിട്ട് കുത്തിട്ട് മതി കേട്ടോ. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള 3 ഭാഗങ്ങൾ കിട്ടാനായിട്ട് 2 സെൻറ്റിമീറ്റർ വീതം പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റിൽ നിന്ന് ഇതുപോലെ നേരത്തെ നമ്മൾ വരച്ചതുപോലെ തന്നെ ഇതിനെ ഒരു സ്റ്റാർ ആക്കി മാറ്റണം. അപ്പോൾ അതേ അളവിൽ തന്നെ വേണേ. 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് പുറത്തേക്കും ഇപ്പുറത്തേക്കും 2 സെൻറ്റിമീറ്റർ വീതം, ഉള്ളിലുള്ളത് 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അങ്ങനെ 6 സെൻറ്റിമീറ്റർ തന്നെ കിട്ടത്തക്ക രീതിയിൽ വേണം വര വരയ്ക്കാനായിട്ട്. നോക്കൂ, ഇപ്പോൾ നമുക്കൊരു സ്റ്റാർ കിട്ടി. അതിനകത്തൊരു ഹെക്സഗൺ, ഒരു ഷഡ്ഭുജം ഹെക്സഗൺ കിട്ടി. ഈ ഹെക്സഗണിനെ 2 കുത്തുകൾ ഇടവിട്ടിട്ട് നമ്മളിങ്ങനെ ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അത് 2 കൂടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റിൽ കോമ്പസ് വെച്ച് നമ്മളുടെ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിൾ മുട്ടത്തക്ക രീതിയിൽ കോമ്പസ് വെക്കുക. എന്നിട്ട് പുറത്തേക്കൊരു വൃത്തം വരച്ചു കൊടുക്കുക, സർക്കിൾ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉള്ളിൽ നമ്മൾ ഹെക്സഗണിനകത്ത് വരച്ച ആ ലൈൻസ് 2 മായ്ച്ചു കൊടുത്തു.
പിന്നെ ഇപ്പോൾ നമുക്ക് 6 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ഈ 6 ട്രയാങ്കിൾസിൻ്റെ ഉള്ളിലേക്കുള്ള സൈഡ് ഉണ്ടല്ലോ, ആ സൈഡും മായ്ച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങനെ ഒരു സ്റ്റാർ ആക്കിയിട്ട് മാറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 പോയിൻറ്റ്സ് ഇടവിട്ട് നോക്കൂ, ആ സ്റ്റാറിൻ്റെ 2 പോയിൻറ്റ്സ് ഇടവിട്ട് ഇതുപോലെ ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു 3D പിക്ചർ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരു 3D പിക്ചർ കിട്ടും. നിങ്ങൾക്കിത് വരച്ച ശേഷം ഹെക്സഗൺ മായ്ച്ചാലും മതി കേട്ടോ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന രീതിക്ക് കളർ കൊടുക്കാം. അടുത്തത് ഈ പിക്ചറാണ്. ഈ പിക്ചർ വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ വരച്ചില്ല ചിത്രം, അത് തന്നെ വരയ്ക്കുക. എന്നിട്ട് ഇതാ ഈ പുറത്തുള്ള ഈ കോണുകൾ, ഈ ആംഗിൾസിൽ നിന്നുള്ള ഓരോ പോയിൻറ്റും തമ്മിൽ പരസ്പരം യോജിപ്പിച്ച് കൊടുക്കുക. പുറമേക്ക് കാണുന്ന ആ സർക്കിൾസ് മായ്ച്ചു കളയുക. അത്രയേ ഉള്ളൂ. ഞാനത് വരയ്ക്കുന്നില്ല, നിങ്ങളത് ചെയ്യുക. ഓൾസോ ട്രൈ ടു ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ. ഇനിയിപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിലെ അതും വരച്ച് നോക്കുക. നമുക്കതും വരച്ച് നോക്കാം. ഇതിൽ ആദ്യത്തെ ചിത്രം നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഞാനിവിടെ ഒരു 4 സെൻറ്റിമീറ്റർ അളവിലാണ് കേട്ടോ ലൈന് വരച്ചു കൊടുക്കുന്നത്. ഇനി ഈ ലൈനിൻ്റെ 2 അറ്റത്തു നിന്നും നമ്മൾ അതേ അളവിൽ റേഡിയസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, 2 സർക്കിൾസ് വരച്ചു കൊടുക്കുന്നു. ആദ്യം ഈ സൈഡിൽ നിന്ന് എടുത്തു, സെയിം അളവിൽ റേഡിയസ് എടുത്തു, ഒരു സർക്കിൾ വരച്ചു. ഇനി ആ ലൈനിൻ്റെ മറ്റേ സൈഡിലും കോമ്പസ് വെച്ചിട്ട് അതേപോലെ ഒരു റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഇനി നമുക്കിതിൽ മുകളിലേക്കും താഴേക്കും 2 ട്രയാങ്കിൾസ് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് അറിയോ, രണ്ടാമത് വരച്ച ആദ്യം ആ സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടെ ലൈൻ അങ്ങോട്ട് കൂടെ നീട്ടിയിട്ട് ആ ലൈനിൻ്റെ അറ്റത്തു നിന്നും നമ്മൾ മറ്റൊരു സർക്കിൾ കൂടെ അതേ റേഡിയസ് ആയിട്ടുള്ളത് വരയ്ക്കുന്നു. നമ്മൾ പാരലൽ ലൈൻസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ കൂട്ടിമുട്ടുന്ന 3 പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതിൽ 2 ആർച്ചിൽ കൂട്ടിമുട്ടുന്നുണ്ട്, മുകളിലും താഴെയും. അപ്പോൾ ആദ്യത്തെ ചിത്രം വരയ്ക്കാനായിട്ട് മുകളിലേക്ക് ഞാൻ 2 ട്രയാങ്കിൾസ്, ആ കൂട്ടിമുട്ടുന്ന പോർഷനിലേക്ക് 2 ട്രയാങ്കിൾസ് വരച്ചു കൊടുക്കുന്നു. ആദ്യം ഇങ്ങനെയാണ് വരുന്നത്. രണ്ടാമതായിട്ട് നോക്കൂ, ഈ മുകളിലേക്ക്, പിന്നെ താഴെ കൂട്ടിമുട്ടുന്ന പോയിന്റ്സിലേക്ക് ഒരു ട്രയാങ്കിളും വരച്ചു കൊടുത്ത് ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ നമ്മൾ മായ്ച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. ഇനി അടുത്ത ചിത്രവും ഇതുപോലെ തന്നെയാണ് വരയ്ക്കേണ്ടത്. ആദ്യം ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരളവിൽ ഒരു ലൈന് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്ന് 2 കോർണറിൽ നിന്ന് 2 പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാം, 2 സർക്കിൾസ് അതേ റേഡിയസ്, ആ ലൈനിൻ്റെ അളവ് എത്രയാണോ അത്ര തന്നെ റേഡിയസ് ആവുന്ന രീതിയിൽ 2 സർക്കിൾസ് വരയ്ക്കുക. പിന്നെ ആ ലൈന് നമ്മൾ ആ രണ്ടാമത്തെ വൃത്തത്തിലേക്ക്, സർക്കിളിലേക്ക് ഒന്നുകൂടെ നീട്ടി വരച്ചു കൊടുക്കുക. ശേഷം ആ പോയിന്റ്, ഇപ്പോൾ കിട്ടിയ 3ാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, സർക്കിളിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ആ പോയിന്റിൽ സെയിം അളവ് തന്നെ എത്രയാണോ അത് റേഡിയസ് ആയി വരുന്ന ഒരു സർക്കിൾ കൂടെ വരയ്ക്കുക. ഇതൊക്കെ കട്ടിയില്ലാതെ വരച്ചാൽ മതി കേട്ടോ, കാരണം നിങ്ങൾക്ക് മായ്ക്കാനുള്ള ചിത്രമാണല്ലോ. ഇവിടെ നേരത്തെ നമ്മൾ 2 ട്രയാങ്കിൾസ് മുകളിലേക്കായിരുന്നു വരച്ചിരുന്നത്. ഇവിടെ നേരെ തിരിച്ച് 2 ട്രയാങ്കിൾസ് താഴേക്ക് വരയ്ക്കുക. പിന്നെ 3ാമത്തെ ട്രയാങ്കിൾ മുകളിലേക്കും വരയ്ക്കുക. എന്നിട്ട് കളർ കൊടുക്കുക. ഇതിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കേണ്ട, ഏതൊക്കെ സർക്കിൾസിലെ ഏതൊക്കെ പോയിന്റ്സിലേക്കാണ് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ആക്കിയിട്ടുള്ളത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നേരത്തെ മുകളിലേക്കായിരുന്നെങ്കിൽ ഇപ്പോൾ താഴേക്ക് 2 അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. Lines and math. We have drawn triangles with all sides equal. Such triangles are called equilateral triangles. നമ്മളിപ്പോൾ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണല്ലേ ചിത്രങ്ങളിലൊക്കെ പരിചയപ്പെട്ടത്. അങ്ങനെയുള്ള ട്രയാങ്കിൾസിനെ നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്നാണ് വിളിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു. Can we draw triangles with unequal sides also this way? ഇനി സൈഡ്സ് ഈക്വൽ അല്ലാത്ത ട്രയാങ്കിൾസും നമുക്ക് വരച്ചൂടെ? യെസ്, വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ, എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 3 സെൻറ്റിമീറ്റേഴ്സ് 4 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 6 സെൻറ്റിമീറ്റേഴ്സ്. ഹൗ ഡു വി ഡ്രോ ദിസ്? എക്സാമ്പിളായിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് 3, 4, 6 ഇത്രയും അളവുകളാണ്. അങ്ങനെയുള്ള ട്രയാങ്കിൾ എങ്ങനെ നമുക്ക് വരയ്ക്കാം? ഡ്രോ എ ലൈൻ 3 സെൻറ്റിമീറ്റേഴ്സ് ലോങ്. ആദ്യം 3 സെൻറ്റിമീറ്ററിലൊരു ലൈന് വരച്ചു കൊടുക്കുക. മാർക്ക് ദ തേർഡ് കോർണർ 4 സെൻറ്റിമീറ്റേഴ്സ് ഫ്രം വൺ എൻഡ് ആൻഡ് 6 സെൻറ്റിമീറ്റേഴ്സ് ഫ്രം ദ അതർ എൻഡ്. ഇനി ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കോണിൽ നിന്ന്, ഒരു കോർണറിൽ നിന്ന് എന്ത് ചെയ്യുക, കോമ്പസിൽ സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർച്ച് വരയ്ക്കുക. അതുപോലെ എന്താണ് പറയുക, അടുത്ത 3 സെൻറ്റിമീറ്ററിൻ്റെ മറ്റേ കോർണറിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ സ്കെയിലിൽ എന്ത് ചെയ്യുക, 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ഫോർ ദിസ് isn't enough to draw a circle from each end. ഇത് വരയ്ക്കാനായിട്ട് 2 ഭാഗത്തും ഒരു സർക്കിൾ തന്നെ വരയ്ക്കണമെന്നുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ചെറിയൊരു ആർക്ക് മാത്രം മതി, ആ സർക്കിളിൻ്റെ ഒരു പോർഷൻ മാത്രം മതി. മലയാളത്തിൽ അതിനെ വൃത്തഭാഗം എന്ന് പറയും. ആ വൃത്തത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം മതി. ഇതുപോലെ സെമി സർക്കിളോ അല്ലെങ്കിൽ സർക്കിൾ മുഴുവനായിട്ടോ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് ആ പിക്ചർ ഒന്ന് വരച്ച് നോക്കാം. ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ് ലൈന്. 3 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ നമ്മൾ പെൻസിൽ ഇതുപോലെ നന്നായിട്ട് ഉറപ്പിച്ച ശേഷം സ്കെയിൽ അമർത്തി പിടിച്ച ശേഷം എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഒരു 4 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക. ഇനി ഈ 3യുടെ ഈ കോർണറിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ വരച്ച ഈ കോർണറിൽ നിന്ന് 4 സെൻറ്റിമീറ്ററിൽ ചെറിയൊരു ആർക്ക് വരയ്ക്കുക. പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് അടുത്ത സൈഡ് വരുന്നത്. സോ കോമ്പസിൽ നിങ്ങൾ ഇതുപോലെ 6 സെൻറ്റിമീറ്റർ എടുക്കുക. 6 സെൻറ്റിമീറ്റർ എടുത്ത ശേഷം ആ 3 സെൻറ്റിമീറ്ററിൻ്റെ ലൈനിൻ്റെ അടുത്ത കോർണറിൽ നിന്ന് 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഞാനിവിടെ 4 സെൻറ്റിമീറ്റർ വരച്ചത് കുറച്ച് കുറഞ്ഞു പോയി ആർക്ക്. ഇനി ആ രണ്ടാർക്കും നമ്മൾ കൂട്ടിമുട്ടുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ കോർണറിലേക്ക് നമ്മൾ ഈ 2 ട്രയാങ്കിൾസിൻ്റെ ആ ലൈന് യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതാ സൈഡ്സ് 3, 4, 6 ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടി. ഫോർ ദ തേർഡ് കോർണർ വി നീഡ് ഓൺലി ദ പൊസിഷൻ അബവ്. അപ്പോൾ മൂന്നാമത്തെ കോർണറിന് നമുക്ക് മുകളിലുള്ള പൊസിഷൻ മാത്രം കിട്ടിയാൽ മതി. സോ വി ഡ്രോ ഓൺലി ദ ടോപ്പ് ഹാഫ് ഓഫ് ദ സർക്കിൾ. അതിനായിട്ട് നമുക്ക് സർക്കിളിൻ്റെ ആ മുകൾ പോർഷൻ മാത്രം മതി അല്ലേ. വി ക്യാൻ ഓൾസോ ഡ്രോ ലൈക്ക് ദിസ് ഇൻ്റർചേഞ്ചിങ് ദ സൈഡ്സ്. നമുക്കിനി നമ്മളിപ്പോൾ 4 സൈഡ്സ് ഇപ്പുറത്തേക്കും 6 സെൻറ്റിമീറ്റർ അപ്പുറത്തേക്കും അല്ല എടുത്തത്. അത് നേരെ തിരിച്ച് അതിൻ്റെ സൈഡ്സ് മാറ്റി ലെഫ്റ്റിലേക്ക് 4ഉം റൈറ്റിലേക്ക് 6 കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 ട്രയാങ്കിൾസ്? ഈ 2 ട്രയാങ്കിൾ തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. അതിൻ്റെ സൈഡ്സ് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്തു അല്ലേ. റൈറ്റ് ലെഫ്റ്റിലേക്കും ലെഫ്റ്റ് റൈറ്റിലേക്കുമായിട്ട് ഫ്ലിപ്പ് ചെയ്തു, ചേഞ്ച് ചെയ്തു. ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. വി ക്യാൻ സീ ദിസ് ഇമ്മീഡിയറ്റ്ലി ഇഫ് യു ഡ്രോ ദം ടുഗെദർ. ഈ 2 ട്രയാങ്കിളും നമുക്ക് ഇതാ ഇതുപോലെ കൂട്ടി വരച്ചാൽ, ഒരുപോലെ വരച്ചാൽ ഇതാ ഇതുപോലെ ഉണ്ടാവും ചിത്രം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാക്കാം. വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് വി ക്യാൻ ഡ്രോ ദ ട്രയാങ്കിൾസ് ചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ സൈഡ്സ്. ഇനി നമുക്ക് സൈഡ്സ് ഇങ്ങനെ മാറ്റി കൊടുക്കാതെ തന്നെ ഇത് വരയ്ക്കാം. എന്താണ്, ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് ഇങ്ങനെ ചെരിച്ചു കൊടുത്താൽ പോരെ. അതായത് ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുത്തത് നേരെ താഴേക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ അങ്ങനെ ആയിട്ട് കിട്ടും. മനസ്സിലായോ? അങ്ങനെ സൈഡ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പാർട്ട് ഫ്രം ഫ്ലിപ്സ് ആൻഡ് ടേൺസ് ഇസ് ദർ എനി റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 6 ട്രയാങ്കിൾസ്? ഇങ്ങനെ ഫ്ലിപ്പിങ്ങും ടേണിങ്ങും അല്ലാതെ ഈ ട്രയാങ്കിൾസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് കട്ട് ഔട്ട് വൺ ഓഫ് ദീസ് ഫിഗേഴ്സ് ഫ്രം എ തിക്ക് പീസ് ഓഫ് പേപ്പർ ആൻഡ് പ്ലേസ് ഇറ്റ് ഓൺ ഈച്ച് ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് സി. ഒരു ഡിഫറൻസും ഇല്ല അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു അളവിലൊരു ട്രയാങ്കിൾ ഒരു പേപ്പറിലോ കട്ടിയുള്ള പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിലോ ഒക്കെ വരച്ചിട്ട് അത് കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്ത ശേഷം പല സൈഡ്സിലേക്ക് ഇങ്ങനെ ആയിട്ട് വെച്ച് നോക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ എല്ലാ സൈഡ്സും ഈക്വലായിട്ട് ഇങ്ങനെ ഫിറ്റായി ട്രയാങ്കിൾ എല്ലാത്തിലേക്കും ഫിറ്റായി കിടക്കുന്നത് നമുക്ക് കാണാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ആംഗിൾ? ഇതിലെ ഏറ്റവും വലിയ ആംഗിൾ ഏതാണ്? നോക്കൂ, ഈ 6 സെൻറ്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ്. ദ സ്മോളസ്റ്റ് ഏതാണ്? 3 സെൻറ്റിമീറ്ററിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ്. കാണ്ട് യു സീ ഇറ്റ് വിത്തൗട്ട് ആക്ച്വലി മെഷറിങ്? ലുക്ക് അറ്റ് ദ സൈഡ്സ് ഓപ്പോസിറ്റ് ദം. അപ്പോൾ ഇത് നമുക്ക് മെഷർ ചെയ്യാതെ തന്നെ പറയാം. എങ്ങനെയാണ് മക്കളെ? നോക്കൂ, നമുക്ക് 3 സൈഡ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ലോങ്ങസ്റ്റ് വലുതും, ഒരെണ്ണം മീഡിയം സൈസും ഇൻ്റർമീഡിയറ്റും ഒരു മിതമായിട്ടുള്ള വലുപ്പും, ഒരെണ്ണം ഷോർട്ടസ്റ്റും ഏറ്റവും ചെറുതും. അങ്ങനെ 3 സൈഡ്സ് ആണല്ലേ വരുന്നത്. അപ്പോൾ ഇതിൽ ലോങ്ങസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ലോങ്ങസ്റ്റ് ആംഗിൾ ആയിരിക്കും. മീഡിയം സൈസുള്ള ലൈനിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ മീഡിയം സൈസ് ആയിരിക്കും. അതുപോലെ ഷോർട്ടസ്റ്റ് സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സ്മോളസ്റ്റ് ആയിരിക്കും. Draw several triangles with different length for the sides. In all these is the longest side is opposite the largest angle and the shortest side opposite the smallest angle. നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഏറ്റവും വലിയ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏറ്റവും വലിയ ആംഗിളും ഏറ്റവും ചെറിയ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏറ്റവും ചെറിയ ആംഗിളും ആയിരിക്കും. അങ്ങനെയുള്ള കുറച്ച് ട്രയാങ്കിൾസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. നോക്കൂ, ആദ്യത്തേത് 7, 5, 4 അത്രയാണ് സൈഡ്സ് വരുന്നത്. അപ്പോൾ ഇതിലെ വലിയ സൈഡ് ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 7 ആണ്. സോ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ലാർജസ്റ്റ് ആംഗിൾ ആയിരിക്കും. പിന്നെ സ്മോളസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 4 ആണ്. സോ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സ്മോളസ്റ്റ് ആംഗിൾ ആയിരിക്കും. അടുത്തത് ഇതുപോലെ 3.5, 4.5, 2.5 ആണ്. ഇതിൽ 4.5 ആണ് ഏറ്റവും വലുത്. സോ അതിൻ്റെ ആ വലിയ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് വലിയ ആംഗിൾ വരുന്നത്. പിന്നെ ചെറിയ സൈഡായിട്ടുള്ള 2.5ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് സ്മോളസ്റ്റ് ചെറിയ ആംഗിൾ വരുന്നത്. പിന്നെ അടുത്തത് 4.5, 3.5, 5 സെൻറ്റിമീറ്റർ. അതിൽ ഏറ്റവും വലിയ സൈഡ് 5 ആണ്. സോ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് വലിയ ആംഗിൾ. പിന്നെ അതുപോലെ തന്നെ ചെറിയ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ചെറിയ ആംഗിൾ. അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിൽ വലുത് ഏത്, അതിൻ്റെ 3 സൈഡും തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വലുത് ഏത് ചെറുത് ഏതെന്ന് ചോദിച്ചാൽ മെഷർ ചെയ്യാതെ തന്നെ പറയാനായിട്ട് സാധിക്കും അല്ലേ.
വൈ ഇസ് ഇറ്റ് സോ? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ആസ് ദ ആംഗിൾ ബിക്കംസ് ലാർജർ ഇറ്റ് സൈഡ്സ് സ്പ്രെഡ് ഔട്ട് മോർ. ഡോണ്ട് ദേ? ആംഗിൾ വലുതാവുന്നതിനനുസരിച്ച് ആ സൈഡ് എന്താണ് കുറച്ചുകൂടെ സ്പ്രെഡ് ഔട്ട് ചെയ്യും, അതായത് വിരിയാനായിട്ട് തുടങ്ങും, അല്ലേ, കുറച്ചുകൂടെ വലുപ്പം വയ്ക്കാനായിട്ട് തുടങ്ങും. ദിസ് ഫാക്ട് അബൌട്ട് ട്രയാങ്കിൾസ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദസ്. അപ്പോൾ അതുകൊണ്ട് ട്രയാങ്കിളിൻ്റെ ഈ പ്രത്യേകത നമുക്ക് എങ്ങനെ പറയാം? ഇൻ എനി ട്രയാങ്കിൾ ദ ആംഗിൾസ് ആൻഡ് ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഹാവ് സൈസസ് ഇൻ സെയിം ഓർഡർ. ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആംഗിള് എന്താണ് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് സൈഡിൻ്റെ വലുപ്പം കൂടുമ്പോൾ ആംഗിളിൻ്റെ അളവും കൂടും. വി ഹാവ് ഡ്രോൺ ട്രയാങ്കിൾസ് വിത്ത് ഡിഫറെൻറ്റ് സൈഡ്സ്. ദിസ് റൈസസ് എ ക്വസ്റ്റ്യൻ. Can we draw a triangle with any three numbers as the length of the sides? For example, let's try 6 to 3 centimeters. നമ്മളിപ്പോൾ പല തരത്തിലുള്ള ട്രയാങ്കിൾസ് വരച്ചു. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എന്താണ്, നമുക്ക് ഏതളവ് തന്നാലും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന്. എക്സാമ്പിളായിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ഈ അളവിൽ സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? We see that all the points 2 centimeters away from one end of the 6 centimeter long line are more than 3 centimeters away from the other end and the other way round also. അപ്പോൾ നമ്മൾ ആ 6 സെൻറ്റിമീറ്ററിൽ നിന്ന് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു ആർക്ക് വരയ്ക്കണമല്ലോ, നമുക്ക് കൂട്ടി മുട്ടിക്കണമെങ്കിൽ. സോ അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നോക്കൂ, 2 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുന്ന സമയത്ത് അതുപോലെ 3 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ കോമ്പസിൽ അളവെടുത്ത് 2 സർക്കിൾസ് വരച്ചു. പക്ഷെ അത് തമ്മിൽ എന്താണ് മക്കളെ, ജോയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അല്ലെ, രണ്ടും രണ്ടിടത്തായി പോകുന്നുണ്ട്. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? നോ. വാട്ട് ഇഫ് വി ട്രൈ ടു ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദ 2 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ആസ് ദ ബോട്ടം സൈഡ്? ഇനി താഴെയുള്ള ലൈന്, ഏറ്റവും താഴെയുള്ള ആ ലൈന് 2 സെൻറ്റിമീറ്റർ ആണ് എടുത്തതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കോമ്പസിൽ പിന്നെ ഒരു സൈഡ് 3 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 6 സെൻറ്റിമീറ്ററും ആയിട്ട് 2 സർക്കിൾസ് വരയ്ക്കണം. ആ സർക്കിൾസ് കൂട്ടിമുട്ടിയാൽ മാത്രമേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റൂ. സോ അങ്ങനെ വരയ്ക്കുന്ന സമയത്തോ നമ്മൾ ആദ്യം വരച്ച ആ 2 സെൻറ്റിമീറ്ററിൻ്റെ ലൈന് ആ 2 സർക്കിൾസിൻ്റെ ഉള്ളിലായി പോകുന്നുണ്ട്. അപ്പോഴും ആ വരയ്ക്കുന്ന സർക്കിൾസ് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. Take another look at the red lines in the two pictures. Why is that we can't draw a triangle? The greatest length 6 is more than the sum of the other two lengths 2 and 3. എന്തുകൊണ്ടാണ് മക്കളെ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കാത്തത്? ടൂവിൻ്റെയും 3യുടെയും സമ്മിനെക്കാട്ടിലും കൂടുതലാണ് 6 എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. സോ ഫോർ 3 lengths to be the sides of a triangle, the greatest length must be less than the sum of the other two. This we state as a general principle about the length of the sides of a triangle. ഇത് ട്രയാങ്കിളിൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൈഡ് ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ അതർ ടു സൈഡ്. വലിയ ട്രയാങ്കിള് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അത് 3 സൈഡ് ഉണ്ടായിരിക്കും. അതിലെ ഏറ്റവും വലിയ സൈഡിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിനെക്കാട്ടിലും കൂടുതൽ കിട്ടണം നമുക്ക് ആ ബാക്കി 2 ചെറിയ സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ. സോ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ 2ഉം 3യും ആഡ് ചെയ്യുമ്പോൾ 5 ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ 5 എന്ന് പറയുന്നത് 6നെക്കാട്ടിലും വലിയ സംഖ്യ അല്ല. സോ അതുകൊണ്ടാണ് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റാതിരുന്നത്. 2 + 3 5 ആണ്. ആ 5 ഏറ്റവും വലിയ സൈഡായിട്ടുള്ള 6നെക്കാട്ടിലും ചെറുതാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ട്രയാങ്കിൾ വരയ്ക്കാതിരുന്നത്. നേരെ മറിച്ച് അതൊരു 3യും 4ഉം ആയിരുന്നെങ്കിലോ നമുക്ക് പറ്റും, അല്ലേ? 3 4 6 ആണെങ്കിൽ 6നെക്കാട്ടിലും വലുതാണ് 3 + 4 7 എന്ന് പറയുന്നത്. സോ അങ്ങനെ മാത്രമേ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കൂ. This may be worded differently. The sum of the length of the two smaller sides of a triangle is more than the length of the greatest side. From this, we can see that the sum of the lengths of any two sides of a triangle is greater than the length of the third side. This is easily seen when with a little thought. നോക്കൂ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABC. The direct path from A to B is definitely shorter than a detour through C. However, near C is to A, isn't it? എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ നേരെ പോകുന്നതിലേറെ എന്താണ്, കുറച്ചുകൂടെ എയിൽ നിന്ന് സിയിലേക്ക് പോയി ബിയിലേക്ക് എത്താൻ കുറച്ചുകൂടെ ലെങ്ത്ത് വേണം, അല്ലേ? നോക്കൂ, എയിൽ നിന്ന് ബിയിലേക്ക് നേരെ പോയാൽ മതി. പക്ഷേ എയിൽ നിന്ന് സി വഴി ബിയിലേക്ക് പോകണമെങ്കിൽ A to C പിന്നെ C to B അത് കുറച്ചുകൂടെ ഹൈ പാത്ത് അല്ലേ, കുറച്ചുകൂടെ കൂടുതൽ പോവേണ്ട ഒരു വഴിയുണ്ട്, അല്ലേ? സോ അതുകൊണ്ടാണ് പറയുന്നത്, ഈ രീതിക്ക് മനസ്സിലാക്കിയതിനും വേണ്ട, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനസ്സിലാക്കുക. 2 സൈഡ്സിൻ്റെ സമ്മ്, ചെറിയ 2 സൈഡ്സിൻ്റെ സമ്മ് വലിയ സൈഡിനെക്കാട്ടിലും കൂടുതലായാൽ മാത്രമേ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കൂ, ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കൂ. അക്കാര്യം മനസ്സിലാക്കി വെക്കുക.
ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 1, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പേഴ്സ് ഇഫ് ദ ലെങ്ത്സ് ഓഫ് ടു സൈഡ്സ് ആർ 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 8 സെൻറ്റിമീറ്റേഴ്സ് വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഒന്ന് 5ഉം ഒന്ന് 8ഉം സെൻറ്റിമീറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് സൈഡ് ഏതൊക്കെ നമ്പേഴ്സ് വരാം? സോ ഇവിടെ നമ്മൾ കാണേണ്ടത്, നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 5ഉം 8ഉം. ഇതിലെ 8 ആണ് വലിയ സൈഡ് എന്ന് ആദ്യം വിചാരിക്കാം. നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡ് 8 ആണെന്ന് വിചാരിക്കുക. സോ അടുത്ത നമുക്ക് വരുന്ന പോസിബിൾ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയായിരിക്കും? ഒരെണ്ണം 1, 5 ഒരു നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. സോ 1, 2, 3, 4, 5 അങ്ങനെ വരുള്ളൂ, പോയിന്റ് ഒന്നും വരില്ല. ഓക്കെ, സോ 1, 5 എന്നുള്ള നമ്പറാണ് ആദ്യം വന്നതെന്ന് വിചാരിക്കുക. അതായത് ട്രയാങ്കിളിൻ്റെ സൈഡ് വരുന്നത് 1, 5, 8. സോ ഇവിടെ 1 + 5 എത്രയാണ്? 6 ആണല്ലേ. 6 എന്ന് പറയുന്നത് 8നേക്കാട്ടിലും ചെറിയ സംഖ്യയാണ്. സോ അതുകൊണ്ട് അത് വരില്ല. മനസ്സിലായോ? ആ ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത നാച്ചുറൽ നമ്പർ 2 ആണ് വരുന്നത്. സോ 2, 5, 8 അങ്ങനെയാണ് സൈഡ്സ് വരുന്നത് എന്നുണ്ടെങ്കിൽ 2 + 5 7 ആണ്. 7 8നേക്കാട്ടിലും ചെറിയ സംഖ്യയാണ്, അതുകൊണ്ട് അതും വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അടുത്തത് 3, 5, 8. ഇവിടെ 3 + 5 8 ആണ്. 8ഉം സെയിം ആണ് അല്ലേ, 8നേക്കാട്ടിലും വലുത് വേണം. സോ അവിടെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത സൈഡ്സ് ഞാൻ എടുക്കുന്നത് 4, 5, 8 ആണ്. 4 + 5 9 ആണ്. 9 8നേക്കാട്ടിലും വലിയ സംഖ്യയാണ് അല്ലേ. സോ അത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തത് 5, 5, 8 ആണ്. 5 + 5 10 ആണ്. 10 8നേക്കാട്ടിലും വലുതായതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അടുത്തത് 6, 5, 8 ആണ്. ഇവിടെ 6 + 5 11 ആണ്. 11 8നേക്കാട്ടിലും വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അടുത്തത് 7, 5, 8 ആണ്. 7 + 5 12 ആണ്. 12 എന്ന് പറയുന്നത് 8നേക്കാട്ടിലും വലിയ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. പിന്നെ അടുത്ത സൈഡ് 8, 5, 8 2 തവണ 8 വന്നു. സോ 8 + 5 എന്താണ്? 13 ആണ്. 13 എന്ന് പറയുന്നത് വലിയ സൈഡായ 8നേക്കാട്ടിലും വലിയ സംഖ്യയാണ്. സോ അത് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഇനി അടുത്തത് വരുന്നത് 9, 5, 8 ആണല്ലേ. സോ ഇവിടെ ഇതുവരെ വലിയ സൈഡ് എന്ന് പറയുന്നത് 8 ആയിരുന്നു. സോ നമ്മൾ 9 എടുക്കുന്ന സമയത്ത് വലിയ സൈഡ് ഏതായി മക്കളെ? 9 ആയി. സോ ഇനി 5ഉം 8ഉം ആഡ് ചെയ്യണം. അത് 9നേക്കാട്ടിലും വലുതാവണം. 5 + 8 13 ആണ്. അപ്പോൾ അത് 9നേക്കാട്ടിലും വലുതാണ്. അതിന് ട്രയാങ്കിൾ വരയ്ക്കാം. പിന്നെ അടുത്തത് 10, 5, 8 ആണ്. ഇവിടെയും 5ഉം 8ഉം 5 + 8 ആഡ് ചെയ്താൽ 13 ആണ്. 13 10നേക്കാട്ടിലും വലുതായതുകൊണ്ട് നമുക്ക് അതിലും ട്രയാങ്കിൾ വരയ്ക്കാം. അടുത്തത് 11, 5, 8 5 + 8 13 13 11നേക്കാട്ടിലും വലുതായതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. പിന്നെ 12, 5, 8 12 + 5 + 8 13 ആണ്. 13 12നേക്കാട്ടിലും വലുതായതുകൊണ്ട് നമുക്ക് അവിടെയും ട്രയാങ്കിൾ വരയ്ക്കാം. അടുത്തത് 13, 5, 8 13ലും 5, 8 5ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ 13 തന്നെയാണ്. സോ ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ 14, 5, 8 5 + 8 13 13 14നേക്കാട്ടിൽ ചെറുതായതുകൊണ്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇനി വരുന്ന നമ്പേഴ്സിലൊന്നും ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കില്ല. അതായത് 15, 5, 8 16, 5, 8 അതിലൊന്നും ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഈ ടിക്ക് ഇട്ടിരിക്കുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9 എന്താണ് സൈഡ്സ് വരുന്ന രീതിക്ക് മാത്രമേ, ആ ഒരു പെയേഴ്സ് വരുന്ന രീതിക്ക് മാത്രമേ നമുക്ക് ട്രയാങ്കിൾസ് വരയ്ക്കാനായിട്ട് സാധിക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് 2 ഓഫ് ദ സൈഡ്സ് ആർ 1 സെൻറ്റിമീറ്റർ ആൻഡ് 99 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും നാച്ചുറൽ നമ്പേഴ്സാണ് വരുന്നത്. അതായത് പോയിന്റ് ഒന്നുമില്ല, 1, 2, 3 അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൽ ഒരു സൈഡ് 1 സെൻറ്റിമീറ്ററും ഒരു സൈഡ് 99 സെൻറ്റിമീറ്റേഴ്സുമാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നോക്കുക. ഇവിടെ 99 ആണ് വലിയ സൈഡ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ രണ്ട് സൈഡ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഈ 99നേക്കാട്ടിലും കൂടുതൽ കിട്ടണം അല്ലേ. സോ വലിയ സൈഡ് 99 ആണ്. സോ ചെറിയ സൈഡ്സ് വരിക 1, 2 1, 2 എത്രയാണ്? 1 + 2 3 ആണ്. അതുകൊണ്ട് അതെന്തായാലും വരില്ല. പിന്നെ 1 + 3 1 + 3 എന്താണ്? 4 ആണ്. അതും വരില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ 1 + 98 1 + 98 = 99 ആണ്. സോ അതും വരില്ല. അപ്പോൾ അടുത്ത പോസിബിളായിട്ടുള്ള പെയർ ഏതാണ്? 1ഉം 99ഉം അല്ലേ. 1 + 99 = 100 ആണ്. സോ വരുന്ന ഒരേ ഒരു പോസിബിൾ വേ എന്ന് പറയുന്നത് 1ഉം 99ഉമാണ് കേട്ടോ. പിന്നെ അടുത്ത പെയർ വരിക ഏതാണ്? 1 + 1ഉം 100ഉം.
ഇവിടെ 1ഉം 100ഉം വരികയാണെങ്കിൽ വലിയ സൈഡ് എന്തായി 199 അങ്ങനെയാണ് വരിക. സോ 100 ആയി വലിയ സൈഡ്. അപ്പോൾ 1ഉം 99ഉം ആഡ് ചെയ്യുമ്പോൾ 100 ആണ്. സോ അതുകൊണ്ട് അത് വരില്ല. പിന്നെ നമ്മൾ 101 എടുത്തു എന്ന് വിചാരിക്കൂ. 1ഉം 99ഉം ആഡ് ചെയ്യുമ്പോൾ 100 ആണ്. അത് 101നേക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ 100ൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ 99ൻ്റെ മുകളിലേക്ക് ഒരു സംഖ്യയും വരില്ല, ഒരു നമ്പേഴ്സും വരില്ല. സോ ആകെ ഒരു നമ്പറേ വരുള്ളൂ. അത് ഏതാണ്? തേർഡ് സൈഡ് 99 സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 ലൈൻസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രോ എ ട്രയാങ്കിൾ? നമുക്ക് 3 സെറ്റ് ഓഫ് ലൈൻസിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിലേത് സെറ്റ് വെച്ചിട്ടാണ് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തേത് നോക്കൂ. 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. ഇതിൽ വലിയ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. സോ 4 + 6 = 10 ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 10ഉം 10ഉം ഈക്വൽ ആണ്. അടുത്തത് 3, 4, 5. ഇവിടെ വലിയ സൈഡ് ഏത് വരും? ലോങ്ങസ്റ്റ് സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. 3 + 4 7 ആണ്. 7 എന്ന് പറയുന്നത് 5നേക്കാട്ടിൽ വലിയ സംഖ്യയാണ്. സോ അതുകൊണ്ട് അവിടെ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, വരയ്ക്കാം. ഇനി മൂന്നാമത്തേത് 10, 5, 4. ഇവിടെ വലിയ സൈഡ് വരുന്നത് 10 ആണ്. 5 + 4 എത്രയാണ്? 9 ആണ്. 9 എന്ന് പറയുന്നത് 10നേക്കാട്ടിൽ ചെറിയ സംഖ്യയാണ്. സോ അതിലും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റില്ല. സോ രണ്ടാമത്തെ വേ മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ള സൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ 4 നോക്കൂ. ഡ്രോ ദീസ് പിക്ചേഴ്സ്. താഴെ കാണിച്ചിരിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഓരോന്നായിട്ട് വരച്ച് നോക്കാം. ഇതിന് മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ ചിത്രം വരയ്ക്കാൻ ആദ്യം നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. അതായത് സൈഡ്സ് ഒക്കെ 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള സ്ക്വയർ വരയ്ക്കണം. ഞാൻ ആദ്യം 4 സെൻറ്റിമീറ്ററിലുള്ള ഒരു ലൈൻ വരച്ചു. പിന്നെ നമുക്ക് കുത്തനെ സ്ക്വയർ കിട്ടുന്നതിനായിട്ട്, കുത്തനെയുള്ള വര കിട്ടുന്നതിനായിട്ട് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൽ ആ ലൈനിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ കുത്തിയിട്ട്, രണ്ട് കോർണറിലും കുത്തിയിട്ട് എന്ത് ചെയ്യുക? രണ്ട് പോയിന്റിലും കുത്തിയിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. 90 ഡിഗ്രിയിലേക്ക് മുഴുവനായിട്ട് കുത്തുവരെ വരയ്ക്കേണ്ട. അവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ കിട്ടുന്നത് വരെ മാത്രം വരച്ചാൽ മതി കേട്ടോ. കാരണം സ്ക്വയർ ആണ്. 4 സെൻറ്റിമീറ്റർ കിട്ടുന്നത് വരെ മാത്രം വരയ്ക്കുക. കുത്തുവരെ വരയ്ക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ആ കിട്ടിയ രണ്ട് ലൈൻസും എന്ത് ചെയ്യുക? തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 സെൻറ്റിമീറ്റേഴ്സ് സൈഡായിട്ടുള്ളൊരു സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ നിന്ന് രണ്ട് സൈഡ്സ് 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടണം. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. സോ നിങ്ങളുടെ കോമ്പസിൽ എന്ത് ചെയ്യുക മക്കളെ? 6 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓരോ ലൈൻസിൻ്റെയും ഓരോ സൈഡിൻ്റെയും ഭാഗത്ത് നിന്ന് ഈ കോമ്പസ് 6 സെൻറ്റിമീറ്ററിൽ മുകളിലേക്ക് രണ്ട് ആർക്ക് വരയ്ക്കുക, അല്ലെങ്കിൽ സർക്കിളിൻ്റെ രണ്ട് പോർഷൻസ് വരയ്ക്കുക. ആ രണ്ട് പോർഷൻസ് കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക. ആ സൈഡ്സിൽ നിന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡും 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഐസോസെലസ് ട്രയാങ്കിൾ നമുക്ക് കിട്ടും കേട്ടോ. ഇത് ആദ്യം നമ്മൾ ചെയ്ത ആ സൈഡ്സ് പോലെ തന്നെ ബാക്കിയുള്ള സ്ക്വയറിൻ്റെ ബാക്കിയുള്ള 4 പോർഷൻസിൽ നിന്നും, 4 ലൈൻസിൽ നിന്നും, 4 സൈഡ്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കോമ്പസിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ആർക്ക് വരച്ച് വെക്കുന്നുണ്ട്. എൻ്റേത് ഈ തേർഡ് സൈഡ് മക്കളെ കുറച്ചുകൂടെ ഇപ്പുറത്തായി പോയിട്ടുണ്ട്, നോട്ട്ബുക്കിൻ്റെ ഇപ്പുറത്തായി പോയിട്ടുണ്ട്. മക്കൾ വരയ്ക്കുമ്പോൾ കുറച്ച് നോട്ട്ബുക്കിൻ്റെ നടുഭാഗത്തായിട്ട് തന്നെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. എങ്കിലേ 4 സൈഡിലേക്ക് നമുക്ക് അങ്ങനെയുള്ള ട്രയാങ്കിൾ കിട്ടുള്ളൂ. ഇനി ആ ജോയിൻ ചെയ്ത് കൊടുക്കുക. ആ പോർഷൻ ഉണ്ടല്ലോ, ആർക്ക് രണ്ടും, സർക്കിളിൻ്റെ ആ രണ്ട് പാർട്ടും കൂട്ടിമുട്ടുന്ന ആ പോർഷൻസിലേക്ക് ആ ലൈൻസൊക്കെ ജോയിൻ ചെയ്യുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ 4 ട്രയാങ്കിൾസ് ഇല്ലേ, ആ 4 ട്രയാങ്കിൾസും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കണം. ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന് പുറത്ത്, ഏറ്റവും പുറത്തായിട്ടൊരു സ്ക്വയർ വരും, വലിയൊരു സ്ക്വയർ വരും. കണ്ടോ? അതുപോലെ വരച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രത്തിൽ എങ്ങനെയാണോ തന്നിരിക്കുന്നത് അതുപോലെ കളർ ചെയ്യുക. കളർ ചെയ്യുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഈ ചിത്രം വരയ്ക്കാം. ഇതിലും മെഷർമെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം 12 സെൻറ്റിമീറ്ററിൽ 12 സെൻറ്റിമീറ്ററിലൊരു ലൈന് വരയ്ക്കുക. ശേഷം വളരെ കൃത്യമായിട്ട് തന്നെ എടുക്കണം കേട്ടോ. കോമ്പസിൽ ഒരു ഭാഗം, നമുക്കൊരു സൈഡ് 8 സെൻറ്റിമീറ്ററും
ഒരു ഭാഗം 10 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. സോ 8 സെൻറ്റിമീറ്ററിൽ ആദ്യം കോമ്പസിൽ ഇതുപോലെ വെച്ച് സ്കെയിൽ കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, 8 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യുക, ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത സൈഡ് 10 സെൻറ്റിമീറ്ററാണ്, അത് കോമ്പസിലെടുക്കുക. എന്നിട്ട് ഈ ഇപ്പുറത്തെ സൈഡിൽ, ആദ്യം വരച്ച ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വെക്കുക, അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ രണ്ട് ലൈൻസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെയുള്ള, ഏറ്റവും താഴെയുള്ള എന്താണ് സൈഡ്സ് 8, 10, 12 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടുള്ള ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് അതിന് മുകളിലുള്ള ട്രയാങ്കിൾ കിട്ടാനായിട്ട് ആദ്യം അതിന് പാരലായിട്ട് വേണം കിട്ടാൻ. അപ്പോൾ പാരലൽ ലൈന് കിട്ടുന്നതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇൻസ്ട്രുമെൻ്റ് ആണിത്, അല്ലേ, സെറ്റ് സ്ക്വയർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറുതോ വലുതോ ഏതെങ്കിലും ഒരു സെറ്റ് സ്ക്വയർ എടുക്കാം. എന്നിട്ട് താഴെ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്ക് ഈ 90 ഡിഗ്രീൻ്റെ പോർഷൻ, 90 ഡിഗ്രി വരുന്ന ആ ഭാഗം ഇങ്ങനെ വെച്ച് സ്കെയിൽ അടുപ്പിച്ച് വെച്ച് എന്ത് ചെയ്യുക, സ്കെയിൽ അനക്കാതെ സെറ്റ് സ്ക്വയർ മാത്രം മുകളിലേക്ക് നീക്കി ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടെ വരഞ്ഞിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത് സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. സോ ആ പോർഷൻ രണ്ട് ഭാഗത്തേക്കും 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ടോട്ടൽ 6 വരുന്ന രീതിക്ക് വരയ്ക്കണം കേട്ടോ. ആ പോയിന്റിൽ നിന്ന് 3 ഇപ്പുറത്തേക്ക് 3 അപ്പുറത്തേക്ക് വരയ്ക്കണം. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ് സൈഡ്സ്. സോ കോമ്പസിൽ ഒരു ഭാഗത്ത് 4 സെൻറ്റിമീറ്റർ, വേറെ ഭാഗത്ത് അതുപോലെ 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് രണ്ട് വൃത്തഭാഗങ്ങൾ വരയ്ക്കുക. ആ എടുത്തിരിക്കുന്ന ആ രണ്ട് ആർക്കും ടച്ച് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ എന്ത് ചെയ്യുക മക്കൾ, ആ പോർഷനിലേക്ക് ഈ സൈഡിൽ നിന്ന് ആദ്യം വരച്ച 6 സെൻറ്റിമീറ്റർ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന അളവിൽ 4, 5, 6 സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി നമുക്ക് അതിന് മുകളിലും അതിന് പാരലലായിട്ടും ഒരു ട്രയാങ്കിൾ വേണം. അതിന് നമ്മൾ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുക. അതായത് ഇതുപോലെ തന്നെ നേരത്തെ കാണുന്ന പോലെ തന്നെ ചെയ്യുക. അവിടെ നിങ്ങളോട് മെഷർമെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം. ഞാനൊരു 3 സെൻറ്റിമീറ്ററാണ് എടുക്കുന്നത്. അതായത് 1.5 ഇങ്ങോട്ടേക്കും 1.5 അപ്പുറത്തേക്കും രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് വരച്ചു. എന്നിട്ട് എടുക്കുന്നത് ഒരു 1 സെൻറ്റിമീറ്റർ അളവിൽ, 2 സെൻറ്റിമീറ്റർ അളവിൽ മുകളിലേക്ക്, മറ്റേ സൈഡ് 3 സെൻറ്റിമീറ്ററും, അങ്ങനെയാണ് കേട്ടോ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 1ഉം 2ഉം അങ്ങനെ എടുക്കാം, നോ പ്രോബ്ലം. അതിന് പ്രത്യേകം മെഷർമെൻറ്റ് പറയാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതുപോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, നമ്മളിതുവരെ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സോ അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പുറത്ത് വലിയൊരു ട്രയാങ്കിൾ ഉണ്ടല്ലേ, അതെങ്ങനെയാണ് കിട്ടുക മക്കളെ? അതിനായിട്ട് ഈ ട്രയാങ്കിൾസിൻ്റെ 3 ട്രയാങ്കിൾസിൻ്റെയും ഈ കോർണേഴ്സ് തട്ടുന്ന രീതിക്ക്, ആ കോർണേഴ്സിലൂടെ കടന്നു പോകുന്ന ഒരു വര വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, മെഷർമെൻ്റൊക്കെ കറക്റ്റ് എടുക്കണം. കറക്റ്റ് എടുത്തില്ലെങ്കിൽ ഈ കോർണേഴ്സിലൂടെ ഒന്നും നിങ്ങളുടെ ലൈന് തട്ടില്ല. ഓക്കെ. സോ രണ്ടാമത്തേത് ഇങ്ങനെയാണ് വരുന്നത്. ഒന്നുകിൽ കോർണറിൻ്റെ പുറത്ത് പോകും, അല്ലെങ്കിൽ കോർണറിൻ്റെ അകത്തേക്ക് വരും, ട്രയാങ്കിളിൻ്റെ അകത്തേക്ക് വരും. അങ്ങനെ ആവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ എന്ത് ചെയ്യാം, പറഞ്ഞിരിക്കുന്ന രീതിയിൽ കളർ കൊടുത്ത് നോക്കാം. Angle math. We have seen how to draw triangles with the specified lengths for the sides. We also found out the relation between the length of the sides. What if we specify the angles? ഇപ്പോൾ നമ്മൾ സൈഡ്സ് വെച്ചിട്ട് എങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കാമെന്നാണ് നോക്കിയത്. അതുപോലെ സൈഡ്സിൻ്റെ പ്രത്യേകതയും നമ്മൾ പറഞ്ഞു അല്ലേ, ചെറിയ രണ്ട് സൈഡ്സ് ആയി കഴിയുമ്പോൾ വലിയ സൈഡിനെക്കാട്ടിലും കൂടുതലാവണമെന്നും പറഞ്ഞു. ഇനി നമുക്ക് ഇത്തരത്തിൽ ആംഗിൾസിൻ്റെ പ്രത്യേകത നോക്കാം. We know that the sum of the angles of a triangle is 180 degree. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സിൻ്റെ 3 ആംഗിൾസും ആഡ് ചെയ്താൽ അത് 180 ഡിഗ്രിയാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ ഫിക്സ് ഓൺലി 2 ആംഗിൾസ്. അതുകൊണ്ട് നമുക്ക് 2 ആംഗിൾസ് മാത്രം അറിഞ്ഞാൽ മതി. മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എങ്ങനെ പറയാം, 180 മൈനസ് ആംഗിൾസിൻ്റെ സമ്മ് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് 2 ആംഗിൾസ് ടു ബി 40, 60, ദെൻ ദ തേർഡ് ആംഗിൾ ഹാസ് ടു ബി 80 ഡിഗ്രി. എക്സാമ്പിളായിട്ട് 2 ആംഗിൾസ് 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമാണ് എടുത്തത് എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കും, 40 + 60 100 ആണ്. സോ 180 മൈനസ് 100 = 80 ഡിഗ്രി ആയിരിക്കും. ഹൗ ഡു വി ഡ്രോ ദ ട്രയാങ്കിൾ വിത്ത് ദീസ് ആംഗിൾസ്? ഇങ്ങനെ 40, 60, 80 ഈ 3 ആംഗിൾസിലുള്ള ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? യു ക്യാൻ ഡ്രോ നോട്ട് 1 ബട്ട് സെവറൽ ട്രയാങ്കിൾസ്. റൈറ്റ്, നമുക്ക് ഒന്നല്ല ഒരുപാടെണ്ണം വരയ്ക്കാം. കാരണം നോക്കൂ, ആദ്യം 6 സെൻറ്റിമീറ്റർ ലൈനിൽ 40യും 60യും 80യും ആംഗിൾസിലെടുത്തു. പിന്നെ രണ്ടാമത് 4 സെൻറ്റിമീറ്റർ ലൈനിലാണ് 40 ഡിഗ്രിയും 60 ഡിഗ്രിയും എടുത്തത്. പിന്നെ 3 സെൻറ്റിമീറ്ററിലാണ് മൂന്നാമതായിട്ട് എടുത്തത്. സോ സൈഡ്സിൻ്റെ വലുപ്പം കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് അതുപോലെ മാറ്റിയെടുക്കാം. സോ ഇഫ് വി ഹാവ് വൺ പെർട്ടിക്കുലർ ട്രയാങ്കിൾ ഇൻ മൈൻഡ്, വി മസ്റ്റ് സ്പെസിഫൈ നോട്ട് ഓൺലി 2 ആംഗിൾസ് ബട്ട് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓൺ വിച്ച് ദേ സ്റ്റാൻഡ് ഓൾസോ.
സോ എല്ലാവർക്കും സ്പെസിഫൈ ആയിട്ട് ഒറ്റ ട്രയാങ്കിൾ, ഒരുപോലെയുള്ള ഒരു ട്രയാങ്കിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ആംഗിൾസ് മാത്രം അറിഞ്ഞാൽ പോരാ, പകരം ആ രണ്ട് ആംഗിൾസിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ത് എന്നുകൂടെ അറിയണം. എക്സാമ്പിളായിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ 60-40 ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം? ആദ്യം 4 സെൻറ്റിമീറ്റർ വരച്ച് പിന്നെ അതിൽ നിന്ന് 40-യും 60-യും ആംഗിൾസ് മെഷർ ചെയ്ത് വരയ്ക്കാം. This raises a question: can we draw several triangles with one side of length 4 centimeters and two angles of measures 40-60 and standing on it? അപ്പോൾ നമുക്ക് ഈ 4 സെൻറ്റിമീറ്റർ ബോട്ടം സൈഡിൽ മാത്രമല്ല, മറിച്ച് ആ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റോ റൈറ്റോ സൈഡിൽ വരുന്ന രീതിക്കും വരയ്ക്കാം അല്ലേ? അങ്ങനെ പല രീതിക്കുള്ള ട്രയാങ്കിൾസ് ഷേപ്പ് മാറ്റി നമുക്ക് വരയ്ക്കാം. We may interchange the position of angles and draw several more. ഇതുപോലെ നമുക്ക് ആംഗിൾസ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, വീണ്ടും വരയ്ക്കാം. ബട്ട് ആറിൻ്റെ ഓൾ ദ സെയിം ട്രയാങ്കിൾ ഫ്ലിപ്ഡ് ആൻഡ് ടേൺഡ് ആസ് വി സോ ഏർലിയർ. പക്ഷേ ഈ ട്രയാങ്കിൾസ് എല്ലാം എന്താണോ, സെയിം ആണ്. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് എല്ലാ ട്രയാങ്കിളിലും വെച്ച് നോക്കുമ്പോൾ ഒരുപോലെ സ്യൂട്ടാവുന്നത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ദാറ്റ് ഈസ് സേ there is in fact only one triangle with one side 4 centimeter and angles 40-60 on the side. അതുകൊണ്ട് ആംഗിൾസ് 40-60 അതിൻ്റെ സൈഡ് 4 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒറ്റ ട്രയാങ്കിളേ ഉള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ഈസി ടു ചേഞ്ച് ദ സൈസ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ദീസ് ആംഗിൾസ്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ. We want to draw another triangle adjacent to it as shown below. ഇനി 4 സെൻറ്റിമീറ്റർ അല്ല 50-യും 70-യും ഉള്ള ഒരു ട്രയാങ്കിൾ ആണ് 6 സെൻറ്റിമീറ്ററിൽ. അതിൽ നമുക്ക് ആദ്യം 6 സെൻറ്റിമീറ്ററിലൊന്ന് വരച്ചു, പിന്നെ 4 സെൻറ്റിമീറ്റർ ലൈൻ നമ്മൾ അവിടെ നിന്ന് വീണ്ടും 4 സെൻറ്റിമീറ്റർ ലൈനിലൊന്ന് വരച്ചു. ഇങ്ങനെ ഒരുപാട് ട്രയാങ്കിൾസ് നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ? ഫസ്റ്റ് വി എക്സ്റ്റെൻഡ് ദ ബോട്ടം സൈഡ് ബൈ അനദർ 4 സെൻറ്റിമീറ്റർ. ആദ്യം നമ്മൾ ഏറ്റവും താഴെയുള്ള സൈഡ് 4 സെൻറ്റിമീറ്റർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. വി മേക്ക് എ 50 ആംഗിൾ അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് എക്സ്റ്റെൻഡഡ് സൈഡ്. അങ്ങനെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 50 പിന്നെ റൈറ്റ് സൈഡിൽ നിന്ന് 70 ആംഗിൾ മെഷർ ചെയ്തു. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷനിലേക്ക് ട്രയാങ്കിൾ ആക്കിയിട്ട് വരച്ചു അല്ലേ? ദ സൈഡ്സ് ഓഫ് ദ ന്യൂ ട്രയാങ്കിൾ ആർ പാരലൽ ടു ദ സൈഡ്സ് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ. ഇവിടെ നോക്കൂ, ആദ്യം നമ്മൾ വരച്ച ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിന് പാരലലായിട്ടാണ് നമുക്ക് രണ്ടാമത് വരച്ച ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വരുന്നത്. So instead of drawing a new triangle by measuring the angles once again, it is enough to draw lines parallel to the sides of the first triangle. This is easy in GeoGebra. അപ്പോൾ നമുക്ക് ഈ ആംഗിൾസ് ഇങ്ങനെ വീണ്ടും വീണ്ടും മെഷർ ചെയ്ത് ചെറിയ ചെറിയ ട്രയാങ്കിൾസ് വരയ്ക്കുന്നതിന് പകരമായിട്ട് ആദ്യം വരയ്ക്കുന്ന ആ ട്രയാങ്കിൾസിൽ നിന്ന് പാരലൽ ലൈൻസ് എടുത്ത് നമുക്ക് ട്രയാങ്കിൾസ് വരച്ചു കൊടുത്താൽ മതി. നൗ കാൻഡ് യു ഡ്രോ എ പിക്ചർ ലൈക്ക് ദ വൺ ബിലോ? അങ്ങനെയുള്ള ഒരു പിക്ചറാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ഈ ചിത്രം നമുക്കൊന്ന് വരച്ച് നോക്കാം. ചിത്രം വരയ്ക്കാൻ വളരെ എളുപ്പമാണ് മക്കളെ. ഞാനിത് അവിടെ ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. 50-യും 70-യും ഉള്ളൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ കേട്ടോ, ലൈന് വരച്ചിട്ട് അതിൽ നിന്ന് പ്രൊട്രാക്ടറിൽ 50-യും 60-യും എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പാരലൽ ലൈൻസ് വരയ്ക്കാൻ. നോക്കൂ, സെറ്റ് സ്ക്വയറിൻ്റെ 90 പോർഷനാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ ആ 90 വരുന്ന പോർഷൻ അവിടെ വെക്കുക. എന്നിട്ട് സ്കെയിൽ അതിന് നേരെ വെച്ചിട്ട് എന്ത് ചെയ്യുക മക്കളെ, സെറ്റ് സ്ക്വയർ മാത്രം ഇങ്ങോട്ടേക്ക് നീക്കുക കേട്ടോ. നീക്കിയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ കുറച്ചുകൂടെ വലുതാക്കി കൊടുക്കുക, കാരണം ട്രയാങ്കിൾ കുറച്ചുകൂടെ വലുപ്പം ഉണ്ടാവും. പിന്നെ മറ്റേ സൈഡിൽ ട്രയാങ്കിളിൻ്റെ മറ്റേ സൈഡിന് പാരലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 90 അവിടെ വെച്ച ശേഷം ആ സൈഡിൽ വെച്ച ശേഷം ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കുക. എന്നിട്ട് ട്രയാങ്കിളിൻ്റെ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആദ്യം കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എത്ര അകലത്തിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിക്ക് താഴെ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് ട്രയാങ്കിൾസ് വരയ്ക്കേണ്ടത്. പിന്നെ അടുത്ത ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ രണ്ടാമത് വരച്ച ആ ട്രയാങ്കിളിൻ്റെ ആ സൈഡിൽ നിന്ന് സെറ്റ് സ്ക്വയറും സ്കെയിലും ഇതുപോലെ വെച്ച് നമ്മൾ ഒരു പാരലൽ ലൈൻ വരച്ചു. പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ രണ്ടാമത്തെ സൈഡിൽ നിന്ന് വേണം നമുക്കിനി പാരലൽ ലൈൻ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചിട്ട് അവിടെ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആ പോയിന്റിലേക്ക് ഇതുപോലെ വരുന്ന രീതിക്ക് വേണം വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും ഒരു ട്രയാങ്കിൾ, പാരലലായിട്ടുള്ള ലൈൻസോട് കൂടിയിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി അടുത്ത ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ മൂന്നാമത് വരച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇതുപോലെ സെറ്റ് സ്ക്വയറിൻ്റെ 90 പോർഷൻ അവിടെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ നീക്കിയിട്ട് ആ ട്രയാങ്കിളിൻ്റെ ആ പോയിന്റ് വരെ, ആ പോയിന്റിൽ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത സൈഡും വരയ്ക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ 7 ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 4 വരച്ചിട്ടുള്ളൂ, കാരണം ഞാൻ ലൈന് കുറച്ച് ചെറുതാണ് എടുത്തിട്ടുള്ളത്.
മക്കൾ അതുപോലെ 7 വരയ്ക്കുക. എന്നിട്ട് എല്ലാം കൂടെ ആ ട്രയാങ്കിൾസിൻ്റെ ഒക്കെ അറ്റങ്ങൾ, അഗ്രഭാഗങ്ങൾ, എൻഡ് പോയിന്റ്സ് കൂട്ടിമുട്ടുന്ന രീതിക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് കളർ ചെയ്യുക. ക്യാൻ യു ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ? താഴെ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ മക്കൾക്ക് വരയ്ക്കാൻ പറ്റുമോ? യെസ്, സിമ്പിളാണ്. 6 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ പ്രൊട്രാക്ടറിൽ 30 ഡിഗ്രിയും 30 ഡിഗ്രി രണ്ട് ഭാഗത്തുനിന്ന് എടുത്തിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. ബൈ ജോയിനിങ് 3 ഓഫ് ദം വി ഹാവ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്നിട്ട് ഈ 3 ട്രയാങ്കിൾസും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, 2 ട്രയാങ്കിൾസ് അപ്പുറത്തും ഇപ്പുറത്തും 30 ഡിഗ്രിയിൽ വരച്ചു കൊടുക്കുക. കണ്ടോ മക്കളെ? അങ്ങനെ വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നോക്കൂ, ആ 3 ട്രയാങ്കിൾസും ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് 3 സൈഡ്സും 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. നമുക്കതൊന്ന് വരച്ച് നോക്കാം കേട്ടോ. നോക്കൂ, ആദ്യം ഞാനൊരു 6 സെൻറ്റിമീറ്റർ ഒരു ലൈന് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രൊട്രാക്ടർ വേണം. പ്രൊട്രാക്ടറിൽ ഞാൻ 30 ഡിഗ്രി എടുത്തു. 30 ഡിഗ്രി രണ്ട് ഭാഗത്തു നിന്നും 30 ഡിഗ്രി എടുക്കണേ. ഞാൻ ആദ്യം രണ്ട് ഭാഗത്തു നിന്നും 30 ഡിഗ്രി എടുത്ത ശേഷമാണ് പിന്നെ ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. മക്കൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 30 ഡിഗ്രി എടുക്കുമ്പോൾ തന്നെ ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഡോട്ട് ഇട്ട ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ആംഗിൾ മാറും. ഓക്കെ, സോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ആവശ്യമുള്ള ലൈൻസ് ഇതുണ്ടല്ലോ. ഈ 6 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഒരു കോമ്പസ് എടുക്കുക. കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ ഒന്നിക്ക് ഈ ലൈന് തന്നെ മെഷർ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്കെയിലിൽ 6 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് രണ്ട് ഭാഗത്തു നിന്നും കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് രണ്ടും കൂട്ടിമുട്ടുന്ന ആ പോർഷനിലേക്ക് ഈ ആദ്യം വരച്ച 6 സെൻറ്റിമീറ്റർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ആ 3rd കോർണറിൽ നിന്ന് ഏറ്റവും മുകളിലേക്ക് പുറത്തുള്ള ആ ട്രയാങ്കിളിൻ്റെ ആ കോർണറിലേക്ക് ഒരു ലൈന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടി. ഈ 3 ട്രയാങ്കിൾസിൻ്റെയും ഈ ചെറിയ കോണുകൾ, ചെറിയ ആംഗിൾസ് 30 ഡിഗ്രി ആയിരിക്കും. ക്യാൻ യു ഡ്രോ ദീസ് പിക്ചേഴ്സ് ബൈ ജോയിനിങ് മോർ ആൻഡ് മോർ സ്മോൾ ട്രയാങ്കിൾസ് ലൈക്ക് ദിസ്? ഇനി ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത് ഇതുപോലെ 2 പിക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ ഈ പിക്ചർ വരയ്ക്കാം. അതിനായിട്ട് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഞാനിവിടെ 9 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ചുകൂടെ വലിയ ട്രയാങ്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. മക്കൾക്ക് വേണമെങ്കിൽ 6 സെൻറ്റിമീറ്ററിലൊക്കെ എടുക്കാം. 3യുടെ മൾട്ടിപ്പിൾസിനെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള 3 പോർഷൻസ് നമുക്ക് ആക്കണം. അപ്പോൾ 3ആയിട്ട് ഭാഗിക്കാൻ എളുപ്പം 3യുടെ മെഷർമെൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. സോ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അതായത് കോമ്പസിൽ സെയിം മെഷർമെൻറ്റിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, രണ്ട് വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ പാർട്ട് വരയ്ക്കുക. എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള 3 പോർഷൻസ് ആക്കി, അതായത് ഞാൻ 9 സെൻറ്റിമീറ്റർ എടുത്തതുകൊണ്ട് 3 സെൻറ്റിമീറ്റർ ഇടവിട്ട് ഓരോ കുത്തുകൾ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു ലൈനിൽ 2 ഡോട്ട്സ് ഉണ്ടായിരിക്കും. ഇനി ഈ ഓരോ ഡോട്ട്സ് ഇടവിട്ട് നമ്മൾ ഈ ട്രയാങ്കിൾസിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ വരയ്ക്കണം, അല്ലെങ്കിൽ 2 ട്രയാങ്കിൾസ് ഉണ്ടാക്കണം. നോക്കൂ, ആദ്യം ഞാൻ ഈ ഓരോ ഡോട്ട്സ് ഇടവിട്ടിട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിളാക്കി. പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതാ ഇതുപോലെ സ്റ്റാർ വരയ്ക്കാൻ മക്കൾക്ക് അറിയാലോ. ബാക്കിയുള്ള ആ ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിളാക്കി. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഈ സൈഡ് ഇത് കണ്ടോ, ഉള്ളിലുള്ള ഒരു ഹെക്സഗൺ ഉണ്ടല്ലോ, ആ ഹെക്സഗണിൽ നിന്ന് 2 ഡോട്ട് ഇടവിട്ട് 2 ഡോട്ട് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ 3 ലൈൻസ് ഇവിടെ കിട്ടും. ഇനി ഉള്ളിൽ വരച്ച ആ ട്രയാങ്കിളില്ലേ, ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലേക്കുള്ള ആ സൈഡ് ഉണ്ടല്ലോ, ആ ചെറിയ 6 ട്രയാങ്കിൾസിൻ്റെ ആ സ്റ്റാറിൻ്റെ ആ ഉള്ളിലേക്കുള്ള ആ സൈഡ് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള പോർഷന് മക്കൾക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ, അല്ലെങ്കിൽ പെന്നൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. കുറച്ചുകൂടെ ഡാർക്കൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക പുറമേക്കുള്ള ആ സ്റ്റാർസൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ 2 പോയിൻറ്റ്സ് ആദ്യം ഒന്ന് ജോയിൻ ചെയ്യുക. അതായത് ഓരോ ട്രയാങ്കിളിൻ്റെയും 3 കോർണറിലേക്കുള്ള 2 പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറം കൊടുക്കുക. അപ്പോൾ നമുക്ക് മനോഹരമായിട്ട് ഇത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം. രണ്ടാമത്തെ പിക്ചറും ഇതുപോലെ തന്നെയാണ്, നമ്മൾ ഇതുവരെ കാണിച്ച രീതിക്കൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത്. ചെറിയൊരു മാറ്റമേ ഉള്ളൂ. കുറച്ച് പോർഷൻസൊക്കെ മായ്ച്ചു കൊടുത്താൽ നമുക്ക് രണ്ടാമത്തെ പിക്ചറാവും. ഇവിടെ ഞാൻ 9 സെൻറ്റിമീറ്ററിൽ 9 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. അവിടെ നിന്ന് കോമ്പസ് ഉപയോഗിച്ച് 2 സൈഡിൽ നിന്നും 2 കോർണറിൽ നിന്നും ഓരോ ആർക്ക് വരച്ചു. അതിലേക്ക് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ലൈൻസ് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ 3 സൈഡ്സിനെയും
ഈക്വൽ ആയിട്ടുള്ള 3 പാർട്ടാക്കണം. അപ്പോൾ ഞാൻ 9 സെൻറ്റിമീറ്റർ വരച്ചതുകൊണ്ട് 3 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വേണം കേട്ടോ കുത്തിടാൻ. അങ്ങനെ 2 ഡോട്ട് വീതം 3 സൈഡിലും ഇട്ട് കൊടുത്തു. ഇനി ഉള്ളിൽ നമുക്ക് ഓരോ ഡോട്ട് ഇടവിട്ടിട്ട് എന്ത് ചെയ്യണം, ട്രയാങ്കിൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മൾ കട്ടിയില്ലാതെ വരച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മായ്ച്ച് കളയാം കേട്ടോ. എന്നിട്ട് ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. ട്രയാങ്കിൾ വരച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉള്ളിലൊരു ഹെക്സഗൺ ഉണ്ടാക്കിയില്ലേ, അത് വേണ്ട. അതിന് പകരമായിട്ട് ഈ പോയിൻറ്റ്സ്, ഈ ഉള്ളിലേക്കുള്ള എല്ലാ ലൈൻസും എന്ത് ചെയ്യുക മക്കളെ, മായ്ച്ച് കളയുക. അങ്ങനെ എറേസ് ചെയ്തിട്ട് ഈ പുറത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ കാണുന്ന രീതിക്ക് ഒരു 6 സൈഡ്സ് ഉള്ള ഒരു സ്റ്റാർ പോലെ നിങ്ങൾക്ക് കാണാം. ആ സ്റ്റാറൊക്കെ ഒന്ന് മാർക്കം ചെയ്ത് കൊടുക്കുക, കുറച്ച് കട്ടി കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ട്രയാങ്കിളിൻ്റെ 3 കോർണറിലേക്കുള്ള ആ 2 സ്റ്റാറിൻ്റെ 2 എഡ്ജസ് ഉണ്ടല്ലോ, ആ എഡ്ജസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പിക്ചർ കിട്ടും കേട്ടോ. ഞാനിവിടെ കട്ടിക്കൂട്ടിയ ശേഷം ജോയിൻ ചെയ്ത് കാണിച്ചു തരാം ഏതൊക്കെയാണെന്ന് നോക്കൂ. ഇതാ ഈ കോർണറിലേക്കുള്ള ഈ 2 എഡ്ജ്, ഈ കോർണറിലേക്കുള്ള ഈ 2 എഡ്ജ്, ഈ കോർണറിലേക്കുള്ള ഈ 2 എഡ്ജ്. പിന്നെ നിറം കൊടുത്ത് നോക്കുക കേട്ടോ. Sides and angles. The sides of an angle may be extended as much as we want. ഒരു ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിളിൻ്റെ അല്ല, രണ്ട് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ആംഗിൾ വെച്ച് മെഷർ ചെയ്തിട്ട് നമുക്ക് ആ സൈഡ്സ് എത്ര വേണമെങ്കിലും നീട്ടാം. ഇഫ് വി ബ്ലോക്ക് ദം വിത്ത് എ ലൈൻ വി ഹാവ് എ ട്രയാങ്കിൾ. അങ്ങനെ അതിലൊരു നമ്മളൊരു ലൈന് വെച്ചിട്ട് ഈ 2 സൈഡ്സും ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. To draw such a line, it is enough to mark a point on each of the sides, right? In other words, once we specify an angle and the end length of each side, we have the triangle. നമ്മൾ ഒരു ആംഗിളും അല്ലെങ്കിൽ അതുപോലെ സൈഡിൻ്റെ ലെങ്ത്തും മെഷർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്കത് വെച്ചൊരു ട്രയാങ്കിൾ വരയ്ക്കാനായിട്ട് പറ്റും എന്ന് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, if we fix the bottom side as 6 centimeters and top side as 4.5 centimeters of the above angle, we get the earlier triangle. This can be put in another way. Once if we specify the length of 2 sides of a triangle and the angle between them, we have the triangle. നമുക്ക് മറ്റൊരു രീതിക്ക് എങ്ങനെ പറയാം, നമ്മൾ നേരത്തെ 2 ആംഗിൾസും ഒരു സൈഡും തന്നാൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ 2 സൈഡും ഒരു ആംഗിളും തന്നാൽ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം എന്നും പഠിച്ചു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡും ഒരു ആംഗിളും തന്നാൽ നമുക്ക് സിമ്പിളായിട്ട് ട്രയാങ്കിൾ വരയ്ക്കാം. Now, can't you draw a triangle with 2 sides 4 centimeters, 8 centimeters and angle between them 60 degree? ഇനി നിങ്ങളോട് 2 സൈഡ്സ് 4 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും സൈഡ്സും അതിനിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാം. അത് നമുക്ക് 4 സെൻറ്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കാം. പിന്നെ 60 ഡിഗ്രിയാണ് ആംഗിൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ ഈ ലൈനിൻ്റെ ഈ എൻഡിൽ വെച്ചിട്ട് 60 ഡിഗ്രി മെഷർ ചെയ്ത ശേഷം നമുക്കിതാ ആ 2 മെഷർ ചെയ്ത് ആ പോയിന്റിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. പക്ഷേ ആ സൈഡ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ യോജിപ്പിക്കുമ്പോൾ ആ ഡോട്ടിലൂടെ യോജിപ്പിക്കുന്ന സമയത്ത് 6 സെൻറ്റിമീറ്റർ തന്നെ വരയ്ക്കുക. ആ 2 ലൈൻസും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഡു യു നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ മക്കളെ? യെസ് ഉണ്ട്. നോക്കൂ, ഏറ്റവും ചെറിയ സൈഡ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഡബിളാണ് അല്ലേ 8 സെൻറ്റിമീറ്റർ നെക്സ്റ്റ് സൈഡ് വരുന്നത്. പിന്നെ അതിനിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. കൂടാതെ ഇതൊരു റൈറ്റ് ആംഗിൾ ആണ് അല്ലേ, ഇതൊരു മട്ട ത്രികോണമാണ്, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതായത് ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. Draw other triangles with one side twice the other side and angles between them as 60 degree. ഇതുപോലെ 2 സൈഡ്സ് നമ്മൾ പറഞ്ഞ പോലെ ഒരു സൈഡ് മറ്റേ സൈഡിൻ്റെ ഡബിൾ ആവുന്ന രീതിയിൽ അതിനിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിക്കൊണ്ട് വരയ്ക്കുക. അതായത് ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ, അതുപോലെ 6 സെൻറ്റിമീറ്റർ. ഇനി 5 എടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് 10 സെൻറ്റിമീറ്റർ. അങ്ങനെ വരയ്ക്കുക. ആർ ഓൾ ഓഫ് ദം റൈറ്റ് ട്രയാങ്കിൾസ്? അതെല്ലാം റൈറ്റ് ട്രയാങ്കിൾസ് ആണോ എന്നുകൂടെ ചെക്ക് ചെയ്യുക. നൗ വാട്ട് ഈസ് ദ തേർഡ് ആംഗിൾ ഓഫ് ദീസ് ട്രയാങ്കിൾ? ഇതിൻ്റെ തേർഡ് ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഫ്രം ദ സെറ്റ് സ്ക്വയേഴ്സ് ഇൻ ദ ജിയോമെട്രി ബോക്സ് ചൂസ് ദ വൺ with all sides different and measure the shortest and longest sides. Is the longest side twice the shortest? എന്നിട്ട് നിങ്ങൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ
രണ്ട് സൈഡും മെഷർ ചെയ്തിട്ട് ലോങ്ങസ്റ്റിൻ്റെ ഷോർട്ടസ്റ്റിൻ്റെ ഡബിൾ ആണോ ലോങ്ങസ്റ്റ് സൈഡ് വരുന്നതെന്ന് നോക്കുക. ലെറ്റ്സ് നൗ ലുക്ക് അറ്റ് അതർ തിങ്സ്. വൺസ് വി സ്പെസിഫൈ ടു സൈഡ്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം വി ക്യാൻ ഡ്രോ ദ ട്രയാങ്കിൾ. നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്? രണ്ട് സൈഡ്സും ആ രണ്ട് സൈഡ്സിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിളും തരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രയാങ്കിൾ വരയ്ക്കാം. Suppose we specify the lengths of two sides and an angle not between these sides. How do we draw this? ഇനി രണ്ട് സൈഡ്സ് തന്നു. ഈ രണ്ട് സൈഡ്സിന് ഇടയിലുള്ള ആംഗിൾ അല്ലാതെ വേറെ ഒരു ആംഗിൾ തന്നു. അതായത് ഇപ്പോൾ താഴെ തന്നിരിക്കുന്നത് നോക്കൂ, 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ഉണ്ട്, പിന്നെ ഒരു 30 ഡിഗ്രി. അത് ഈ രണ്ട് സൈഡ്സിന് ഇടയിലല്ല ആംഗിൾ വരുന്നത്, അതിന് ഓപ്പോസിറ്റ് ആണല്ലേ. How can draw a line 6 centimeters long and an angle of 30 degree at the right end? ഇനി ഒരു 6 സെൻറ്റിമീറ്റർ ലൈന് വരച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 30 ഡിഗ്രി മെഷർ ചെയ്യാം, എന്നിട്ട് വരച്ചു കൊടുക്കുക. The third corner of the triangle could be anywhere on this line, but it should be 4 centimeters away from the left end of the bottom line. That is to say, it should be on a circle of radius 4 centimeters with the center as the left end. Let's draw the circle. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ ലൈനിൽ വരുന്ന ഒരു 4 സെൻറ്റിമീറ്റർ സൈഡ് വരുന്നത് എവിടെയായിരിക്കും? ഈ പോയിന്റിലെ ഈ റൈറ്റ് എൻഡിൽ നിന്ന്, അതായത് ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ റൈറ്റ് എൻഡിൽ നിന്ന് നമ്മളൊരു 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിലെവിടെയെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വരിക. പക്ഷേ ആ ലൈൻ എന്ത് ചെയ്യണം? നമ്മൾ വരച്ച ആ 30 ഡിഗ്രിയുടെ ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ ടച്ച് ചെയ്യാൻ വേണം. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരുപാട് ലൈൻസ് നമുക്ക് അങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും അല്ലേ. വി സീ ദാറ്റ് ദ സർക്കിൾ കട്ട്സ് ദ ലൈൻ അറ്റ് 2 പോയിന്റ്സ്. 2 പോയിന്റിൽ സർക്കിൾ കട്ട് ചെയ്യുന്നത് നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു. ഇഫ് യു ടേക്ക് ദ ബോട്ടം പോയിന്റ് ആസ് ദ തേർഡ് കോർണർ ദെൻ വി ഗെറ്റ് ട്രയാങ്കിൾ വി ഹാവ് സീൻ അബവ്. ഇനി നമ്മൾ ബോട്ടമിലാണ് ആ പോയിന്റ് എടുത്തത് എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മുൻപ് കണ്ട പോലെ തന്നെയുള്ള ട്രയാങ്കിൾ തന്നെ നമുക്ക് കിട്ടും. വാട്ട് ഇഫ് വി ടേക്ക് ദ ടോപ്പ് പോയിന്റ് ആസ് ദ തേർഡ് കോർണർ? ഇനി ടോപ്പിലുള്ള ആ സർക്കിൾ, ആ പോയിന്റാണ് നമ്മൾ എടുത്തത് ട്രയാങ്കിൾ വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ ആയിരിക്കും. Do we get two triangles if we take the length of the left side as something other than 4 centimeters? For example, what if it is 2 centimeters? Draw the circle and the line as below. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്ററിന് പകരം ആ സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക മക്കളെ? നമുക്ക് സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല അല്ലേ. നമ്മൾ ആ 30 ഡിഗ്രി വരച്ച ലൈനുമായിട്ട് സർക്കിൾ കൂട്ടിമുട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. വി കനോട്ട് ഡ്രോ എ ട്രയാങ്കിൾ. വാട്ട് ഇഫ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഈസ് 3 സെൻറ്റിമീറ്റേഴ്സ്? ഇനി 3 സെൻറ്റിമീറ്റർ ആണെങ്കിലോ ലെങ്ത്ത്? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ സർക്കിള് ആ ലൈനിൻ്റെ ഒരൊറ്റ പോയിന്റുമായി മാത്രമേ ഇൻ്റർസെക്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആകെ ഒരൊറ്റ ട്രയാങ്കിൾ മാത്രമേ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് വി ക്യാൻ ഡ്രോ എ സിംഗിൾ ട്രയാങ്കിൾ വിത്ത് ദീസ് മെഷേഴ്സ്. അപ്പോൾ ആ മെഷർമെൻറ്റ് വെച്ചിട്ട് ഒരേ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനേ സാധിക്കുള്ളൂ. ആ ട്രയാങ്കിൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട് കേട്ടോ. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ടേക്ക് ദ സൈഡ് ലോങ്ങർ ദാൻ 6 സെൻറ്റിമീറ്റർ സ്ട്രൈറ്റ്? ഇനി നമ്മൾ താഴെയുള്ള ആ ബോട്ടം ലൈന് 6 സെൻറ്റിമീറ്ററിനെക്കാട്ടിലും കൂടുതൽ എടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ നമുക്ക് ഈ 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. നൗ ഡ്രോ ദ ഫോളോയിങ് ഫിഗേഴ്സ് യൂസിങ് ദ മെത്തേഡ്സ് വി ഹാവ് യൂസ്ഡ് ഇൻ ദിസ് ലെസൺ. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ട്രയാങ്കിളും ക്യൂബൊക്കെ വരയ്ക്കുന്ന മെത്തേഡ്സ്. അത് യൂസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന 4 പിക്ചേഴ്സ് വരച്ചു നോക്കുക. ആദ്യം നമുക്ക് ഫസ്റ്റിലെ ഈ ഷേപ്പ് വരയ്ക്കാം, ഈ പിക്ചർ വരയ്ക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം. ഞാനിവിടെ ഒരു 4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. 4 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ലൈന് വരച്ചു. പിന്നെ അതിൻ്റെ 2 സൈഡിൽ നിന്നും ഞാനൊരു 35 ഡിഗ്രി, 35 തന്നെ വേണേ എടുക്കണം കേട്ടോ. 35 ഡിഗ്രിയിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് വരച്ചു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ 45 എടുക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും 45 തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. 35 ഈ കോർണറിൽ നിന്നും 35 എടുത്തു. ആ ലൈനും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. ആ ലൈന് വരെ മുഴുവനായിട്ട് ചെയ്യേണ്ട, ആ 2 ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതുവരെ മാത്രം ചെയ്താലും മതി കേട്ടോ. ഇനി നമ്മളുടെ പ്രൊട്രാക്ടർ എന്ത് ചെയ്യുക? താഴേക്ക്, ആ ലൈനിൻ്റെ താഴേക്ക് വെക്കുക. താഴേക്ക് വെച്ച് നേരത്തെ പോലെ തന്നെ 2 കോർണറിൽ നിന്നും 35 ഡിഗ്രി മെഷർ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം കട്ടി കൂട്ടി വരച്ചാൽ മതി. ആവശ്യമില്ലാത്ത പോർഷൻസ് കനം കുറച്ച് വരച്ചാൽ നിങ്ങൾക്ക് മായ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കെച്ച് വെച്ച് വരയ്ക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ 35 ഈ കോർണറിൽ നിന്നും നമ്മൾ പോയിൻ്റ് ചെയ്തു, അത് രണ്ടും വരച്ചു. ഇനി ചെയ്യേണ്ടത് നോക്കൂ, അത് നടുവിലുള്ള ആ ലൈൻ ഉണ്ടല്ലോ, അതിൽ കുറഞ്ഞ പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 4 സെൻറ്റിമീറ്റർ വരച്ചതുകൊണ്ട് ആ ഒരു 1 പോയിൻറ്റ് എടുക്കുക. നമ്മളുടെ കോമ്പസിൽ 1.5 സെൻറ്റിമീറ്റർ എടുക്കുക. എന്നിട്ട് 2 ഭാഗത്തു നിന്നും
ഓരോ എന്താണ് ആർക്ക് അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. ഡോട്ട് ഇടുക, എന്നിട്ട് ആ നടുവിലത്തെ ആ പോർഷൻ മായ്ച്ച് കളയുക കേട്ടോ. ആ ലൈന് മായ്ച്ച് കളയുക. ഈ ഡോട്ട് ഇട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വരെ നോക്കൂ, ഈ പോയിന്റിലേക്ക്, താഴെയും മുകളിലുള്ള പോയിന്റിലേക്ക് ലൈൻസ് വരച്ച് ചേർക്കുക. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറം കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചിത്രം വരയ്ക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരളവ് എടുക്കാം കേട്ടോ. ഒരു 3യുടെ മൾട്ടിപ്പിൾസ് ആയാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാനിവിടെ 6 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അതിനായിട്ട് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ തന്നെ എടുത്ത് രണ്ട് സൈഡിൽ നിന്നും, അപ്പോൾ ലൈനിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഓരോ ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ആ ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. ഇനി ഞാൻ 6 സെൻറ്റിമീറ്റർ എടുത്തതുകൊണ്ട് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് വേണം, ഇത് 3ആക്കി കട്ട് ചെയ്യേണ്ട, 2 പോർഷൻ മതി, അതായത് 3 സെൻറ്റിമീറ്റർ. കണ്ടോ, ആ 3 ലൈനിൻ്റെയും ഒത്ത നടുവിൽ നമ്മളൊരു ഡോട്ട് മാർക്ക് ചെയ്യുക. സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നോക്കൂ, ഈ ലൈനിൽ നിന്ന് നേരെ ആ കോർണറിലേക്ക്, പിന്നെ അതുപോലെ നമ്മൾ ആ സൈഡിലിട്ട പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക്, അങ്ങനെ ആ ട്രയാങ്കിളിൻ്റെ 3 കോർണറിൽ നിന്നും അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. കോമ്പസിലെ ചെറിയ 3 ലൈനും വലിയ 3 ലൈനും ഉണ്ടല്ലോ ട്രയാങ്കിളിനുള്ളിൽ, അതിൽ ആ ചെറിയ 3 ലൈനിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അത്രയെടുത്ത് വലിയ ലൈൻസ് അതിനുള്ളിൽ 3 വലിയ ലൈൻസിലും ആ ചെറിയ ലൈനിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അത് നമുക്ക് ഉള്ളിലൊരു ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈൻസൊക്കെ പരസ്പരം ജോയിൻ ചെയ്തിട്ട് നമുക്കൊരു ഹെക്സഗൺ, അതായത് 6 സൈഡുള്ള ഷേപ്പ് വരച്ചെടുക്കുക. ഇനി ആ ട്രയാങ്കിളിൻ്റെ കോർണറിലേക്ക് പോകുന്ന ആ ലൈൻസ് അതൊക്കെ ഒന്നുകൂടെ കട്ടി കൂട്ടി കൊടുക്കുക, ഷാർപ്പൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിനി ഒരു ക്യൂബാണ് വേണ്ടത്. സോ ആ ക്യൂബ് കണ്ടോ, ക്യൂബിലേക്ക് ഏതൊക്കെ ലൈൻസ് ആവശ്യമുണ്ട് ആ ലൈൻസ് മാത്രം കട്ടി കൂട്ടുക. ബാക്കി ലൈൻസ് നമുക്ക് മായ്ച്ച് കളയാനുള്ളതാണ്. ഈ ലൈൻസ് മാത്രം കട്ടി കൂട്ടുക, ബാക്കിയുള്ള ലൈൻസ് മായ്ച്ച് കളയുക. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറം കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കാം. മൂന്നാമത്തെ പിക്ചറിന് ഇതുപോലെ തന്നെ ഞാനൊരു 6 സെൻറ്റിമീറ്ററിലാണ് എടുക്കുന്നത്. 6 സെൻറ്റിമീറ്ററിൽ വരച്ചു. നമുക്ക് അവിടെ നിന്ന് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. അതിനായിട്ട് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ തന്നെ എടുത്ത് ആ ലൈന് പരസ്പരം ആർക്ക് വരച്ച ആർക്കിലേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി ഈ 3 സൈഡിലും എന്ത് ചെയ്യണം, 1 സെൻറ്റിമീറ്റർ വീതം ഇടവിട്ട് നിങ്ങൾ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക, ഓരോ കുത്തുകൾ ഇട്ട് കൊടുക്കുക. നിങ്ങൾ 9 സെൻറ്റിമീറ്ററിൻ്റെ ട്രയാങ്കിളാണ് വരച്ചതെന്നുണ്ടെങ്കിൽ ഒരു 1.5 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം 6 ഈക്വൽ പാർട്സ് ആക്കണം, 6 ഈക്വൽ പാർട്സ് ആക്കണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വീതം എന്ത് ചെയ്യാം, ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ സൈഡിൽ നിന്നും പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രി വരുന്ന രീതിയിൽ വേണം ലൈൻസ് വരച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ താഴെയുള്ള സൈഡ്, ബോട്ടം സൈഡിൻ്റെയാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ലൈൻസിലേക്ക് ഓരോ ഡോട്ട് ഇടവിട്ട് നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനി ഈ സൈഡിൻ്റേത് വരയ്ക്കുമ്പോഴും അതുപോലെ തന്നെ ആ സൈഡിലുള്ള ഓരോ ലൈൻസും വരയ്ക്കണം, പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിലേക്ക് വരയ്ക്കുമ്പോൾ അതിൽ ഓരോ ഡോട്ട് ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും, ഇടവിട്ടിട്ടായിരിക്കും ലൈൻസ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സൈഡാണ്. അപ്പോൾ മൂന്നാമത്തെ സൈഡിലുള്ള ഓരോ ഡോട്ടും ഇതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഡോട്ട് ഇടവിട്ടിട്ടായിരിക്കും ആ ലൈൻസ് വരുന്നത്. എല്ലാം കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ ആയിരിക്കും ചിത്രം കിട്ടുന്നത്. ഇനി ഇതിൽ നമുക്ക് 3 ക്യൂബ്സ് വേണം. അതായത് ഈ കോർണറിലേക്ക് മുകളിൽ ഒരു ക്യൂബ്, പിന്നെ താഴേക്ക് 2 ക്യൂബ്സും. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഏതൊക്കെ ലൈൻസാണ് നോക്കൂ, ഹെക്സഗൺ ഇങ്ങനെ മാർക്ക് ചെയ്യുക, അതിലിങ്ങനെ കണ്ടോ, ഇങ്ങനെ 2 ലൈൻസ് 3 ലൈൻസും ഷാർപ്പൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ക്യൂബ് കിട്ടിയില്ലേ. പിന്നെ അതുപോലെ തന്നെ താഴെയും 2 ക്യൂബ്സ് വേണം. ഇതുപോലെ കണ്ടോ, നമ്മൾ കാണിച്ചിരിക്കുന്ന ലൈൻസ് ശരിക്ക് കൃത്യമായിട്ട് നോക്കിയ ശേഷം മാത്രം ആ ലൈൻസ് കട്ടി കൂട്ടി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവേ. നിങ്ങൾ സ്കെച്ച് വെച്ചൊക്കെയാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അത് മായ്ച്ച് കളയാനായിട്ട് സാധിക്കില്ലല്ലോ. പിന്നെ നമ്മൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കളർ കൊടുത്താൽ മതി.
ഞാൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കളർ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. മുകളിൽ ആ ക്യൂബിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ലൈറ്റ് കളർ കൊടുക്കുക, അപ്പോഴേ അത് ശരിക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് ആ കളറ് പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഫുള്ള് ബ്രൗൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് ഉള്ള ചിത്രം തന്നെ കിട്ടും. ഇനി നമുക്ക് നാലാമത്തെ ചിത്രം നോക്കാം. നാലാമത്തെ ചിത്രം വരയ്ക്കുന്നതിന് ഞാനിതുപോലെ തന്നെ 6 സെൻറ്റിമീറ്ററിലാണ് ഒരു ലൈന് വരയ്ക്കുന്നത്. ഇനി എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വേണം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വേണം, അതായത് 3 സൈഡും ഈക്വലായ ട്രയാങ്കിൾ. സോ കോമ്പസിൽ അതേ അളവിൽ 6 സെൻറ്റിമീറ്ററിൽ തന്നെ ഒരു അളവെടുത്ത് ആർക്ക് വരയ്ക്കുന്നു. എന്നിട്ട് ആ രണ്ട് ലൈൻസിൻ്റെ ആ രണ്ട് പോയിൻറ്റ്സും ആർക്കിലേക്ക് ജോയിൻ ചെയ്ത പോർഷനിലേക്ക് കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പകുതിയാണ് വേണ്ടത്. സോ ഒന്നുകിൽ നിങ്ങൾക്ക് സ്കെയിലിൽ എടുത്തിട്ട് പകുതി കാണാം, അതല്ലെങ്കിൽ അതുപോലെ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്ത് 3 സൈഡിലും അതിൻ്റെ ഒത്ത ഭാഗം നടുഭാഗം പകുതി ഭാഗം എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിളിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ലൈനിലേക്ക് നമ്മളിതുപോലെ 3 ലൈൻസ് ജോയിൻ ചെയ്യിക്കുക. ഇനി നമുക്കൊരു ഹെക്സഗൺ കിട്ടണം ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ. അതിനായിട്ട് എന്തായിരുന്നു നമ്മൾ ചെയ്തത്, ആ ചെറിയ ലൈൻ ഉണ്ടല്ലോ, ആ ചെറിയ ലൈനിൻ്റെ അതേ മെഷർമെൻറ്റിൽ കോമ്പസിൽ മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, 3 വലിയ ലൈൻസിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക, പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കിട്ടിയ പോയിൻറ്റ്സൊക്കെ കൂടി 6 പോയിൻറ്റ്സ് ഉണ്ടാവും, ആ 6 പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ 6 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു ഹെക്സഗൺ കിട്ടും കേട്ടോ. അതായത് 6 സൈഡായിട്ടുള്ള ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് വിളിക്കുക. ആ ഹെക്സഗൺ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ട്രയാങ്കിളിൻ്റെ ആ 3 ആംഗിളിലേക്കുള്ള ലൈൻസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഹെക്സഗണിനുള്ളിൽ 2 ട്രയാങ്കിൾസ് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതാ നോക്കൂ, ഈ 2 ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്തു. ഈ 2 ലൈനിൽ നിന്ന് അതിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ ലൈനല്ല ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തു. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ 3 പോയിൻറ്റ്സാണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ ഈ ലൈന് വരയ്ക്കുമ്പോൾ ഇപ്പോൾ ആദ്യം വരച്ച ആ ട്രയാങ്കിളില്ലേ, ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കരുത്. ഉള്ളിൽ വരയ്ക്കാതെ അതിന് പുറത്തൂടെ വേണം വരയ്ക്കാനായിട്ട്. അതായത് ഇപ്പോൾ വരയ്ക്കുന്ന ഈ ട്രയാങ്കിൾ ആദ്യം വരച്ച ട്രയാങ്കിളിൻ്റെ പുറത്താണെന്ന് നമുക്ക് തോന്നും. ഓക്കെ, അതുപോലെ വരയ്ക്കണം. ഇതിനുള്ളിൽ വരയ്ക്കാതെ ഇങ്ങനെ വരയ്ക്കുക. മൂന്നാമത്തെ സൈഡും അതുപോലെ തന്നെ ആദ്യം ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക, ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കാതെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് വിചാരിച്ച ചിത്രം കിട്ടി. ഇനി ആ നടുവിലുള്ള ലൈൻസ് ഉണ്ടല്ലോ, ആ ലൈൻസ് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എല്ലാ ലൈനും വേണ്ട, ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസിലേക്കുള്ള ആ 3 ലൈൻസ് മാത്രം മതി. ആ 3 ലൈൻസ് കുറച്ചുകൂടെ കട്ടി കൂട്ടി കൊടുക്കുക. ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിറം കൊടുക്കാം. ഞാനിതിലും ആ വൈറ്റ് പോർഷന് അറിയാതെ യെല്ലോ ആണ് കൊടുത്തിട്ടുള്ളത്. മക്കൾ അതുപോലെയെല്ലാം ചിത്രത്തിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിറം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ചിത്രം വരയ്ക്കുന്ന രീതിയൊക്കെ എല്ലാവർക്കും പിടുത്തം കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്